ടെക് ഹാക്കർക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഷെരീഫ് കട ടോക്കിയോ ടോറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണമാണ്. അതായത് എല്ലാ ടൈൽസും ഏകദേശം നല്ല ടൈം എടുത്തിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിലൂടെ എല്ലാ സംശയങ്ങളും തീരും. എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് ഉൾപ്പെടെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. അത് ഓരോ ടൈലും എങ്ങനെ വരുന്നു, അതിന്റെ തിക്നെസ് എങ്ങനെ, അതിന്റെ ക്വാളിറ്റി എങ്ങനെ, അത് എവിടെ വിരിക്കണം, എവിടെ വിരിച്ചാൽ ഭംഗി ഉണ്ടാവുക, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ പറയും. എന്ന് വിചാരിച്ച് നിങ്ങൾ ഇവിടെ വരണ്ട, ഈ ഫോട്ടോ എടുത്തിട്ട് ഈ ക്വാണ്ടിറ്റി ഇത്ര മതി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും പറ്റില്ല. കാരണം നമ്മുടെ കണ്ണൊരു വേറൊരു പിക്സലാണ്, ക്യാമറ വേറൊരു തന്നെ പിക്സലാണ്. രണ്ട് ക്വാളിറ്റിയിലുണ്ടാവുക. നിങ്ങൾ നേരിട്ട് വന്ന് ഫീൽ ചെയ്ത് കണ്ടതിന് ശേഷം മാത്രം ടൈൽ എടുക്കും ഏതായാലും. അപ്പൊ പക്ഷെ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം. ലൊക്കേഷൻ വരുന്നത് ചൊർക്കളയിൽ നിന്ന് ബാവപ്പറമ്പ് ഇടയിലുള്ള ആ റോഡിലുള്ള ഒരു സ്ഥലത്തായിട്ട് വരും. ലൊക്കേഷന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് പുറമേ നിന്നുള്ള റോഡിലുള്ള ഭാഗം കൂടി ഉൾപ്പെടുത്തിയതായാലും. അതുപോലെ തന്നെ ലൊക്കേഷൻ ഇവിടെ എക്സാക്ട് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പൊ എന്തായാലും നിങ്ങൾ ഇവിടെ വന്നിട്ട് തന്നെ നിങ്ങളെ ക്വാണ്ടിറ്റി എത്ര വേണമെന്നുള്ളത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടെന്നുള്ളത്, ഏതൊക്കെ വെറൈറ്റി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ താഴെ ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ളത് തന്നെ ആഡ് ചെയ്തേക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ കൂടെ ഷെരീഫ് ഉണ്ട്, ടോക്കിയോ ടൈലിന്റെ ഓണറാണ്. നിങ്ങൾ സാധാരണ ഒരു ഷോപ്പ് പോലെയല്ല ഷെരീഫ് ക. നമ്മളിപ്പം 2 വർഷം മുമ്പ് അന്നൊരു ചെറിയൊരു സെറ്റപ്പിന് തുടങ്ങി അവിടെ തന്നെ വ്യാപിപ്പിച്ച് അവിടെ ഇപ്പൊ ഗോഡൌൺ ആയിട്ട് ഇതിപ്പം രണ്ടാമത്തെ വലിയ ഷോറൂം. അതല്ലാതെ വേറെ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ഒരു ചെറുതൊക്കെ ഉണ്ട്. സാധാരണഗതിയിൽ നമ്മളൊരു ടൈലിന്റെ ഷോപ്പ് അതൊക്കെ ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾ മിക്കവാറും കാണുന്നതായിരിക്കും 1-2 വർഷം വരെ ആ സ്ഥാപനം ഉണ്ടാവും. പിന്നെ അങ്ങ് അവരെന്തെല്ലോ ഓഫർ കാണിച്ചിട്ട് പല റേറ്റ് കാട്ടിക്കൂട്ടിൽ കാണിച്ചിട്ട് പോകും, പെട്ടെന്ന് അങ്ങ് പോകും. നമ്മളിപ്പോ മൂന്നാമത്തെ ഷോറൂം കുശാൽ നഗറിൽ അടുത്ത മാസം സ്റ്റാർട്ടിംഗ് ആണ്. നമ്മളൊരു വീഡിയോ വരുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ ഉണ്ടാവോ, കട കൂട്ടി പോവോ, അങ്ങനത്തെ സംശയങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതെ, ഒരുപാട് ആൾക്കാർ കമന്റ് വന്നോണ്ട് ഞാൻ എടുത്ത് പറയുന്നത്. പിന്നെ ഷെരീഫ് ഖാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ ഷോപ്പുകള് ഒരു വർഷത്തിൽ ഒരു ഓണത്തിന് അല്ലെങ്കിൽ ഒരു വിഷുവിന് അങ്ങനെ ഒരു ഓഫർ ഒരു പ്രൈസ് കൊടുക്കും. അല്ലാത്തരം പോയാലൊക്കെ പ്രൈസ് കൂടുതലാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ നിങ്ങളെ സ്വന്തം അനുഭവം പറഞ്ഞു. അത് ഞാനതാ പറയുന്നത്. ഞാനിപ്പോ 8-9 വീഡിയോ ചെയ്തു. അത് കൂടാണ്ട് കുറച്ച് റീലുകളും വന്ന് ചെയ്തിട്ടുണ്ട്. ഒരു 10 വീഡിയോ കണക്കൂട്ടി 10ലും പറഞ്ഞിട്ടുള്ള പ്രൈസ് എല്ലാം അന്നും ഇന്നും ഒരേ പ്രൈസ്. സ്പെഷ്യൽ ആയിട്ട് ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു വില കൂട്ടാ കുറക്കാം ഒന്നും പിന്നെയും പരമാവധി 1 രൂപയെങ്കിലും കുറച്ചെന്നല്ലാണ്ട് കൂട്ടിയിട്ടില്ല. ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ 59 ഉണ്ടായ സാധനം നമ്മളിപ്പോ 55-നും 54-നും പോലും കൊടുക്കുന്നുണ്ട്. കച്ചവടം കൂടുന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ അത് ക്വാളിറ്റി കുറച്ചിട്ട് വില ഓർക്കുന്നതല്ല, സെയിം നമ്മൾ എന്ത് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടോ അന്ന് കൊടുത്തിനോ അതേ ഗ്യാരണ്ടി ഇന്നും ഉണ്ട്. അതിൽ യാതൊരു കൂടുതൽ കൂട്ടുമ്പോ നമുക്ക് എത്ര കിട്ടുന്നു ആ റേറ്റ് ഞങ്ങളുടെ കുറച്ച് കൊടുക്കും. 1 രൂപ അവിടെ ഗുജറാത്ത് കുറച്ച് കിട്ടുമ്പോ ആ 1 രൂപ ഞങ്ങളുടെ കസ്റ്റമർക്ക് കുറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയാൻ പോകുന്ന പ്രൈസുകളെല്ലാം ഇവിടുന്ന് കൊടുക്കുന്ന റേറ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി പിന്നെ അതിൽ ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് പിന്നെ ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ അത് നമ്മളൊരു പേഴ്സണൽ സന്തോഷത്തിന് അതിന് വേണ്ടിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ടും പൈസ കസ്റ്റമർ ആരും ഇതുവരെ മടക്കിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മള് ആ ഒരു വീഡിയോ ചെയ്തപ്പോ 2-3 വീഡിയോക്ക് മുമ്പ് 13,000 കസ്റ്റമറോ മറ്റോ നമുക്ക് ഇവിടെ ഓൾറെഡി ഞാൻ ബില്ല് ചെയ്തിട്ടുണ്ട്. നമ്മളെ വീഡിയോ വെച്ചാല് ഞാൻ ഇനിയിപ്പോ ലാസ്റ്റ് ചില ആൾക്കാരുണ്ടല്ലോ, എത്ര നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബാർഗൈനിങ് സിസ്റ്റം. എന്നാലും ഞാൻ ചിലപ്പോ എന്റെ മുതലാണെങ്കിലും മുതല് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ വെറും കൈയോടെ മടക്കില്ല. കാരണം പിന്നീട് അവരെ കെയർ ഓഫിൽ ഒരു ബിസിനസ് നമുക്ക് കിട്ടുമല്ലോ, പബ്ലിസിറ്റി കിട്ടുമല്ലോ. ആ കച്ചവടമാണ് ഇപ്പൊ ഉള്ളത് നമുക്ക്. അതുകൊണ്ട് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഞാൻ 99% മടക്കലില്ല. നല്ല ചെറിയ മഴ ഏതായാലും നല്ല അന്തരീക്ഷം എന്ന് പറയാം നമുക്ക്. അപ്പൊ ഷെരീഫ് ഖാന്റെ പുതിയ ഷോറൂമിന്റെ ഈ ഒരു ഭാഗമായി കാണുന്നത്. നമ്മൾ അന്ന് വന്നപ്പോ രാത്രി ആയതുകൊണ്ട് അത്ര ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ വിളിച്ചിട്ട് തന്നെ പറഞ്ഞു നിങ്ങള് പിന്നെ വീഡിയോ ക്ലിയർ ഇല്ല, മനസ്സിലാവുന്നില്ല. നമ്മൾ ഫോക്കസ് ചെയ്തെടുക്കാനുള്ള ഉദ്ദേശമില്ല, ഓപ്പണിംഗ് സമയം ആയതുകൊണ്ടൊന്ന് അറിയിക്കാൻ വേണ്ടി ഒരു ഉദ്ദേശത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഈ റൈറ്റ് സൈഡിൽ, എന്റെ റൈറ്റ് സൈഡിലായിട്ട്, അതായത് നമ്മൾ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്ന ലെഫ്റ്റ് സൈഡിലായിട്ട് ഓഫീസ് കാര്യങ്ങൾ, അതിന്റെ കൂടെ തന്നെ ക്ലാഡിങ്, 3D ക്ലാഡിങ്, സ്റ്റോൺ ടൈപ്പ്, മറ്റുള്ള എല്ലാ റെസ്റ്റിക് ലുക്ക് മുതലുള്ള എല്ലാ ലുക്കിലുള്ള ക്ലാഡിങ്ങും വെച്ചിട്ടുണ്ട്. ശരിക്കും ഇതിന്റെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് പിന്നെ 2:1 സൈസ്.
2:1 സൈസ്. ഇതിൽ രണ്ട് തരം കാണാൻ പറ്റുന്നില്ല, ഒറ്റ ടൈല് പോലെ തോന്നുന്നുണ്ട് അല്ലെ. ഇത് രണ്ട് ടൈപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് വിട്രിഫൈഡും ഉണ്ട്, ഇതില് സെറാമിക്കും ഉണ്ട്. സെറാമിക്കും രണ്ടും ഉണ്ട് ഇതിൽ. ഈ രണ്ടുണ്ടെങ്കിലും ഈ രണ്ടു കൊണ്ടും ഒരു കുഴപ്പമില്ല. കാരണം ഇപ്പൊ രണ്ടും ഇന്റീരിയറിൽ ഉള്ളിലും അകത്തും പുറത്തും ഒക്കെ രണ്ടും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. സിറാമിക് എന്ന് പറയുമ്പോൾ ശരിക്കും ഫ്ലോറിലേക്ക് ബാത്റൂമിലേക്ക് വെക്കുമ്പോൾ പ്രശ്നമുണ്ട്. വെള്ളം താഴോട്ടേക്ക് പോകുന്നത്, പിന്നെ അതുകൊണ്ട് പിന്നെ പൊട്ടാനുള്ള ചാൻസ്. ഏത് വാളിലേക്ക് ഒരു കാരണവശാലും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ചില ആൾക്കാർക്ക് ഒരു ധാരണയാണ് വിട്രിഫൈഡ് തന്നെ വേണം എന്നുള്ള ആ ഒരു എൻക്വയറി കൊണ്ട് ആണ് നമ്മൾ വിട്രിഫൈഡും വെക്കുന്നത്. അതിന്റെ കൂടെ രണ്ടും ഉണ്ട് സാധനം. പിന്നെ അതും മാത്രമല്ല, വിട്രിഫൈഡ് അല്ലെങ്കിൽ സെറാമിക് ഉള്ളത് വാട്ടർ പ്രൂഫാണ്. വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളം കുടിക്കോ ഒന്നുമില്ല. അത് 100% കമ്പനി ബോക്സിന്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് വാട്ടർ പ്രൂഫാന്നുള്ളത്. ഇത് നമുക്കൊരു തറ വരുന്ന ഭാഗങ്ങളിൽ പിന്നെ ഔട്ട് സൈഡ് വാളില് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ള വാളിലേക്ക് ചെയ്യുന്നുണ്ട്. ഇതിനെങ്ങനെ പ്രൈസ് വരും? 55 രൂപയാണ് ഞാനിപ്പോ ഇവിടുന്ന് ഓൾറെഡി കൊടുക്കുന്ന സ്ക്വയർ ഫീറ്റിന്. അത് ഈ പറഞ്ഞ പോലെ ഏത് സാധനത്തിനും ഞാൻ പരമാവധി കോസ്റ്റ് നോക്കി ചിലപ്പോൾ അതിൽ ഒരു ചെയ്ത് കൊടുക്കാം. എല്ലാ ടൈലും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം പ്രത്യേകിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഏത് കസ്റ്റമറോട് പറയാനുണ്ട്, ഇപ്പൊ വരുന്ന കസ്റ്റമർ എന്റെ അടുത്ത് റേറ്റ് ചോദിച്ചിട്ട് അങ്ങനെ വരാറില്ല. റേറ്റ് ഓൾറെഡി എല്ലാവർക്കും അറിയാം. പിന്നെ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാന്നുള്ള ഒരു ഇതാണ് കൊടുക്കും. ഇതിപ്പോ വരുന്ന സമയത്തേക്ക് അത്യാവശ്യം ഒരു റഫ് ഫീലാണ്. പ്യൂർ ബ്ലാക്ക് ബ്ലാക്കിലേക്ക് ഇതിലേക്ക് വരുന്ന സമയത്തൊക്കെ നമ്മളൊരു സ്റ്റോൺ കോട്ടഡ് വാളൊക്കെ ചെയ്യാൻ പറ്റും. കട്ടിങ് സ്റ്റോൺ പോലെ വരുന്ന 3D ഡിസൈൻ ഇതൊക്കെ വരുന്ന 3D ഡിസൈൻ ആണ്. ഇത് വരുന്നതൊക്കെ 3D ഡിസൈൻ ആണ്. ഇതൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടാവും. ഇതിപ്പോ എത്രത്തോളം ഡിസൈൻ ഉണ്ട് നമുക്ക്? ഏകദേശം എനിക്ക് തോന്നുന്നു 10-30ഓളം ഡിസൈനിൽ മേലുണ്ട്. 50ഓളം ഡിസൈൻ ഉണ്ട്. ഈ ഒരു ടൈപ്പിലുള്ള 50ഓളം ഡിസൈൻ ഉണ്ട്. ഇതിൽ നമുക്ക് സിറാമിക്കിലേക്ക് വരുമ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നുണ്ട്? സെറാമിക്കിലേക്ക് 5 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. 50 രൂപയുടെ വ്യത്യാസം. 50 രൂപക്ക് സെറാമിക് കൊടുക്കാൻ പറ്റും. തിക്ക് എങ്ങനെ വരുന്നത്? 9. ഇതിൽ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ വാറണ്ടി ലൈഫ് ടൈം. ഇതിനൊന്നും അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കളർ ഫേഡ് ആവാനോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യങ്ങളോ സംഭവിക്കാനില്ല. പിന്നെന്താണ്, നമ്മള് ഗമ്മിൽ തന്നെ വാളിലായോണ്ട് അല്ലെങ്കിൽ കളി വരാനുള്ള ചാൻസ് കൂടുതൽ. വേറെ ഒരു കാരണവശാലും ഇത് നരച്ചു പോവോ അല്ലെങ്കിൽ ഇതിന്റെ കളർ ഫേഡോ ചെയ്യൂല. ഞാനിപ്പോ ഇത് 3 വർഷമായി കണ്ടിന്യൂ ആയിട്ട്, ചില ഡിസൈനിൽ വ്യത്യാസം ഉണ്ടെങ്കിലും കമ്പനിയും ക്വാളിറ്റി എല്ലാം സെയിം ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഒരു അനുഭവം ഉണ്ടല്ലോ. പിന്നെ വരാന്ന് പറഞ്ഞാൽ അധികം ഡാമേജ് ആണ്. ഈ ഡാമേജ് എന്ന് പറഞ്ഞാൽ സാധനത്തിന്റെ ക്വാളിറ്റി മിസ്റ്റേക്ക് കൊണ്ടല്ല, എല്ലാ ടൈലും ഹൈ ബ്രാൻഡ് പൊട്ടും. ഒന്നാമത് റോഡ് മിസ്റ്റേക്ക്, പിന്നെ നമ്മൾ വെക്കുന്ന സ്റ്റാൻഡ് അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയാണോ അട്ടി വെക്കുന്നത് അതുപോലെ ഇരിക്കും. അല്ലാണ്ട് ആ സാധനത്തിന്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല. ആ ഒരു പ്രോബ്ലം ഏത് കമ്പനിയിലായാലും ഏത് ഷോപ്പ് ആർക്കായാലും, ഏത് കമ്പനി, ഞാനിപ്പോ ഒരു ബ്രാൻഡ് പറയുന്നില്ല, ഒരു വലിയൊരു കമ്പനീന്റെ കണ്ടപ്പോ എന്ന് പറഞ്ഞാല് ഇങ്ങനെ സെന്റർ ബെൻഡ് ആയിട്ട് എല്ലാ ടൈലുള്ള ആ വീട്ടിൽ വിരിച്ചപ്പോഴും ഇപ്പൊ അതേ ഫീൽ തന്നെ ഉള്ളൂ. അതെല്ലാം ക്വാളിറ്റിന്റെ ഡിഫറൻസ്. നിങ്ങളെ ക്വാളിറ്റി അല്ല, നിങ്ങളുടെ ഇവിടുന്ന് വാങ്ങിയതേ അങ്ങനല്ല. അത് ക്വാളിറ്റി 8 രൂപക്ക് വാങ്ങിയ ടൈലാണ് ഈ പ്രശ്നം കാണിക്കുന്നത്. അതേസമയത്ത് 35 രൂപക്ക് വെച്ച ഈ ഒരു ടൈല് പ്രശ്നം കാണുന്നില്ല. വിഷയം ഉണ്ടോന്ന് ചോദിക്കും. അപ്പോ എല്ലാത്തിനും ഈ പ്രശ്നങ്ങൾ. നമ്മളിപ്പോ ഇവിടെ ഗ്യാരണ്ടി കൊടുക്കുന്ന 2 കാര്യത്തിനാണ്. ഒന്ന് ബെൻഡ് എന്ന് പറഞ്ഞ 0.5% എന്തായാലും ഉണ്ടാവും. അത് എത്ര ഹൈ ലെവലിലുള്ള, അത് നമ്മൾ വിരിക്കുമ്പോൾ ഫ്ലെക്സിബിൾ ആണ്. ഒന്ന് ബെൻഡ്. രണ്ടാമത് 100% വിട്രിഫൈഡ് ആയിരിക്കും. 100% വിട്രിഫൈഡ്. മൂന്നാമത് നമ്മൾ പിന്നെ ഗ്യാരണ്ടി, ഇപ്പൊ നിങ്ങൾ ചോദിക്കില്ലേ ലൈഫ് ടൈം ഗ്യാരണ്ടി എന്താന്ന് സംബന്ധിച്ച കളർ ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിൽ എന്തായാലും 1 വർഷം അതിന്റെ ഫെയ്ഡ് ആവും, അതിന്റെ പോളിഷ് പോകും. പിന്നെ അതല്ല, നമ്മളിപ്പോ നോർമലി ഇപ്പൊ 35 രൂപക്ക് കൊടുത്തത് ഹൈ ട്രാഫിക് കൊണ്ടുപോയിട്ട് ഒരു ഷോപ്പിന്റെ സ്ഥിരം പാസേജ് ചെയ്യുന്ന 1000 ആള് പാസേജ് ചെയ്യുന്ന സ്ഥലത്തൊന്നും ഒരു പക്ഷേ ഏത് കമ്പനി വെച്ചാലും സൂട്ട് ആവില്ല. അതിന് നിങ്ങൾ ഡബിൾ ചാർജ് അല്ലെങ്കിൽ ഫുൾ ബോഡി കാര്യം. നമ്മളിപ്പോ നോർമൽ ഒരു വീട്ടിലേക്കുള്ള യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ലൈഫ് ടൈം തന്നെ കൊടുക്കാം. ഒന്നും ആവില്ല. ഇതിലേക്ക് വരുമ്പോ ഇതൊക്കെ വരുന്നത് കളർ ഓൺ ബോഡി എന്ന് പറയുന്നത്. കളർ ഓൺ ബോഡി ഡിജിറ്റൽ പ്രിന്റ് ആണ്. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് തേയ്മാനം സംഭവിക്കൂല. അതും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഗ്യാരണ്ടിയിൽ തേയ്മാനം സംഭവിക്കൂല. തേയ്മാനം സംഭവിക്കുന്നില്ല. അത് നമ്മൾ തേയ്മാനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നോർമലി വീടുകളിലൊക്കെ പറഞ്ഞേ. വീടുകളിൽ എന്തായാലും തേയ്മാനം. പിന്നെ വെച്ചാൽ ക്വാളിറ്റി പറഞ്ഞാൽ അതിൽ വരുന്നുണ്ട്. ക്വാളിറ്റി പറഞ്ഞാൽ നമ്മളിപ്പോ നടന്നു പോകുന്ന സമയത്ത് ഒരു കളർ മാറിയിട്ട് അടിയിലത്തെ മൺകളർ കാണും. അതെ. ഞാൻ ഈ സിറാമിക്കിന്റെ നമ്മളിപ്പോ ഗവൺമെന്റ് PWD റെസ്റ്റ് ഹൗസിൽ നമ്മൾ അധികം റൂം എടുക്കേണ്ട ഈ വീഡിയോ ഷൂട്ടിംഗ്. അതെ.
ഞാൻ അവിടെയൊക്കെ ഈ കൊട്ടേഷൻ എടുത്തിട്ട് ചെയ്തിട്ടുള്ള സിറാമിക് ടൈലിന്റെ ഡോർ വരിയുന്ന ഭാഗങ്ങളൊക്കെ ഫുൾ പോയിട്ടില്ലേ, കോട്ടിങ് കളയിട്ടുണ്ടാവും നടക്കുന്ന സ്ഥലങ്ങളിൽ. അപ്പൊ അത് ക്വാളിറ്റി ഇല്ലാത്ത സാധനം പ്രൈസ് കൂട്ടി വിറ്റിട്ടാണ്. ഈ സ്വാഭാവിക ഇബ്രാഹിം ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇത് മാനുഫാക്ചറിങ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു റേറ്റ് ഒരിക്കലും കുറവില്ല. അവർക്ക് എപ്പോഴും ലാൻഡിങ് അവര് വർക്കിംഗ് കോസ്റ്റ് ഒന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ആൾക്കാർ വില കുറച്ച് കൊടുക്കുക? ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി കൊണ്ടുവരിക. നമുക്ക് പോലും മനസ്സിലാവില്ല, അല്ല ഇപ്പൊ എടുക്കുന്ന പണിക്കാർക്ക് പോലും മനസ്സിലാവില്ല ഇത് സ്റ്റാൻഡേർഡ് ആണോ, കൊമേഴ്സ്യലാണോ, പ്രീമിയം ആണോ. അത് മനസ്സിലാവില്ല. എപ്പോ 1 വർഷം 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. ഇപ്പൊ താൽക്കാലികം കസ്റ്റമർ 2 രൂപ അവിടെ കുറവാണ്, 3 രൂപ ഇവിടെ കുറവാണെന്ന് പറഞ്ഞിട്ട് ബാർഗെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മള് പരമാവധി പറഞ്ഞു കൊടുക്കും, ഇല്ലെങ്കിൽ തിരിച്ചു പോകും. പിന്നെ എന്ത് ചെയ്യാം? അത്രേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 രൂപ പ്രോഫിറ്റ് കിട്ടിയാൽ മതി, നിങ്ങൾ വിൽക്കും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ടെമ്പർ ആയിട്ടുള്ള ഒരു ടൈൽ എന്ന് പറയുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ചെതറും, പൊട്ടിപ്പോവും. സോഫ്റ്റ് ആയ ഒരു സാധനം ഇതാവില്ല. അങ്ങനെ ഹാർഡ്നെസ് കൂടുന്നിടത്തോളം ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടും. അപ്പൊ അത് പൊട്ടാനുള്ള ചാൻസ് കൂടും. അപ്പോ നിങ്ങൾ പൊട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു ടൈലാണെങ്കിൽ അതിന് തീരെ ഹാർഡ്നെസ് ഇല്ല, ഹാർഡ്നെസ് ചൂടായിട്ടില്ല എന്ന് അതിന്റെ അർത്ഥം. അപ്പൊ അത് കേടുവരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ വിരിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുമെന്നുള്ളൂ അതിനുള്ള ഒരു പരിഹാരം. അപ്പൊ ശരിക്കും നമുക്ക് ഇപ്രാവശ്യം വീഡിയോ ചിലപ്പോ ലെങ്ത് കൂട്ടിയ ആൾക്കാർക്ക് കാണാൻ മടി ഉണ്ടാവും. പക്ഷെ മടി ഉണ്ടായാലും സാരമില്ല, കാണുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യണം? കറക്റ്റ് മനസ്സിലാവും. ആവശ്യക്കാർ കാണുമല്ലോ. അപ്പൊ ഞാൻ അതാണ് ഫസ്റ്റ് വീഡിയോയില് പിന്നെ വ്യൂവേഴ്സിനോട് ഇൻട്രോയിൽ തന്നെ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ ഒരു ഡിസൈൻ നിങ്ങൾ കണ്ടു. ഇത് ക്ലാഡിങ് വരുന്നത് 9mm പറഞ്ഞു അല്ലെ? ഇതിലേക്ക് വരുമ്പോ ഇത് 9mm, ഇത് സെറാമിക്. ഈ ഒരു ഇത് സെറാമിക്. അപ്പൊ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ചോദിക്കോ കൂടി വേണ്ട. സെറാമിക് ആണ്. ഷെരീഫ്ക പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷെരീഫ്ക സെറാമിക്കിങ് എടുത്താൽ മതി. 50-55 ഓൾറെഡി പ്രൈസ് പറഞ്ഞു. ഇത് വരുമ്പോ അത് സെറാമിക് ആണ്. അതും 50 രൂപ. അല്ല, ഇത് നമ്മളെ 18-12 സൈസ്, 2x1 അല്ല, 1.5 സൈസ്, 1.5. ഇതിന് 38 രൂപ. സെറാമിക് ചെറുതാകുമ്പോ ചെറുതാകുമ്പോ പ്രൈസ് കുറവ്. ഇതിപ്പോ 50 അല്ലേ പറഞ്ഞു? ഇത് 50, 2.1 സൈസ്, 2x1. 2x1 ആണ്. ഇത് പീസ് റേറ്റാ പറയുന്നത്. പീസ് റേറ്റ്, സ്ക്വയർ ഫീറ്റ് റേറ്റ്. സൈസ് മാറുമ്പോ അങ്ങനെ സൈസ് മാറുമ്പോഴാണ് റേറ്റ് കുറയും കൂടിയും ചെയ്യാം. അപ്പൊ ഇത് 2.1 ആണ്, വലിയ ടൈലാണ്. ഇത് 1.1 ഇത് ഇത്രേ വലിപ്പമുള്ളൂ. അതായത് 18 ഇഞ്ച് 12 ഇഞ്ച് 18-12. മറ്റേത് പിന്നെ 24-12. അപ്പൊ ഇതില് വരുമ്പോ 38 രൂപ സ്ക്വയർ ഫീറ്റിന്. ഡയറക്റ്റ് നിങ്ങൾക്ക് വന്നിട്ട് പ്രൈസ് ചോദിക്കണ്ട, ശരിക്കാനോട് എടുക്കാൻ പറഞ്ഞാൽ മതി. ചെറിയ എന്തെങ്കിലും ഡിസ്കൗണ്ട് തരും കേട്ടോ. ഇതും ഈ പറഞ്ഞ 18-12 ആണ്. ഈ 18-12 ഒക്കെ സെറാമിക് ആണ്. 18-12 സെറാമിക് ആണ്. 38 രൂപ സ്ക്വയർ ഫീറ്റിന് കൊടുക്കും. ഇത് വരുമ്പോ ഇത് നമ്മളെ സെറാമിക് പെട്ടതാണ്. സെറാമിക്കിലാണ്. ഇത് 50 രൂപ. അപ്പൊ ഇത് 2.1 2x1. തിക്നെസ് 9mm. എല്ലാം 9mm. ഇതെല്ലാം അത്യാവശ്യം നല്ല നിങ്ങൾ പറഞ്ഞ 3D ടൈപ്പ് ആണ്. നമ്മൾ ഈ തറക്കൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിട്ട് അറിയും. അതുപോലെ തന്നെ ഹൈലൈറ്റ് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ബേസിന്റെ സൈഡിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. ഇത് വരുന്നത് 50 സെറാമിക് അല്ലെ? ഇതില് നമ്മളൊരു കൊട്ടയൊക്കെ മടഞ്ഞ രൂപത്തിൽ സെറാമിക് ആണ്. മുമ്പ് നമ്മളെ എന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടായ ഒരു വാളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഷെരീഫ് ഖാന്റെ വീട്ടിന്റെ ഒരു ഹോം ടൂർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ടൈലൊക്കെ ചെയ്യുന്നതിന് മുമ്പ്, വീടൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെ പോയി ഇന്ന് കണ്ടാൽ മനസ്സിലാവും. വിരിച്ച കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം വൈറ്റ് വീടാണ്, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ കമന്റ് ആയിട്ട്. അപ്പൊ ഇന്ന് ആ വീട് അതുപോലെ ഇല്ലേ? ഒരു ഹോം ടൂർ ചെയ്യണേതായാലും. ഇത് വരുമ്പോ അതും 18-12 ആണ്. സൈസ് 1.5. നമ്മളെ 38 രൂപ. ഇത് അതും 18-12 സൈസ് കാണുന്നുണ്ടല്ലോ, ഒരേ ലെവലിലുള്ള. അത് വരുമ്പോ ഒരു ഫ്ലോറൽ ഡിസൈൻ ഒന്നും കൂടി പറയാൻ പറ്റാം. ഒരു എന്താ പറയണ്ട, നമുക്ക് ഒരു പഴയ ആന്റിക് സ്റ്റൈൽ അമ്പലത്തിൽ അങ്ങനെ എല്ലാം കാണുന്ന ഒരു ഡിസൈനിലേക്ക് ആയിട്ട് പോകണം. അപ്പൊ ഇതിപ്പോ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. വീഡിയോ കാണുന്നവര് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പിന്നെ നമുക്ക് ഇതുവരെ നമ്മളെ സ്റ്റോണിന്റെ തന്നെ അതേ സെയിം കളറിൽ കരിങ്കല്ലിന്റെ ഡിസൈൻ ആയിട്ട് കരിങ്കല്ലെന്ന് പറയാൻ പറ്റില്ല. നമ്മളെ പഴയ അമ്മിയെല്ലാം കുത്തുന്ന പഴയ ഒരു അമ്മിന്റെ ഒരു സ്റ്റൈലില്ലേ. ഇതിൽ വരുമ്പോ പ്രൈസ് 50. അത് സെറാമിക് ആണ്. നമ്മളെ ഈ കാണുന്നതും സെറാമിക് ആണ്. 50 രൂപ. ഇതിപ്പോ നിങ്ങൾക്ക് പിന്നെ ചെങ്കല്ല് ഔട്ട് സൈഡ് ലാറ്ററേറ്റ് ഫിനിഷ് വേണമെന്നുള്ളവർക്ക് എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ പോകുന്നത്. ഇതാകുമ്പോ കോസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാനും പറ്റും,
സ്റ്റോണിന്റെ പ്രൈസ് അതേ പ്രൈസ് ആവും ചെയ്യില്ല. അതിന്റെ എത്രയോ കുറവല്ലേ. പിന്നെ അതാകുമ്പോൾ നമ്മൾ ചില ആൾക്കാർ വീടിന്റെ ഫ്രണ്ടിലൊക്കെ കംപ്ലീറ്റ് വിരിക്കുന്നുണ്ട്. ഇതാകുമ്പോൾ തിക്നെസ്സും കുറഞ്ഞു 9 ഇഞ്ച് തിക്നെസ്, 1 ഇഞ്ച് തിക്നെസ് മാത്രമല്ല നല്ല റേറ്റും വന്നില്ലേ. അതെ അതെ അതെ. അപ്പോൾ 110, 100 രൂപ റേറ്റിലേക്ക് വന്നു. പിന്നെ അതുമല്ല, അത് ഒരുപാട് ഡാമേജിന് ചാൻസ് ഉണ്ട്. നമ്മളിപ്പോ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് എത്തുമ്പോൾ വിരിച്ച് കഴിയുമ്പോൾ 200 കിട്ടും. അതല്ലേ പൊളിഞ്ഞു പോകാൻ കസ്റ്റമർക്ക് അത് കാരണം കമ്പനി ഒന്നും ആരും ഇത് ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനം സ്റ്റോണ് കട്ട് ചെയ്ത് നമ്മളിപ്പോ ഒരു 1000 സ്ക്വയർ ഫീറ്റ് എടുത്താൽ വീട്ടിലെത്തിയിട്ട് വിരിക്കുമ്പോഴത്തേക്ക് 200 കിട്ടും. അതിൽ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാം. ആകെ ഹോള് ഫില്ല് ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക് നല്ലൊരു മഴയൊക്കെ പെയ്തു, നല്ല ഐഡിയ ഒക്കെ പൊട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും വേഗം എടുത്തിട്ട് തീർക്കാം. കുറച്ച് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കാണുന്നവർക്ക് ടൈമും ഇതാവണ്ട. അപ്പൊ നമ്മൾ ഇവിടെ വരെ എത്തി. ഇതിലേക്ക് പോകുന്ന സമയത്തേക്ക് ഏകദേശം സെയിം ഡിസൈൻ തന്നെയാണ്. സെയിം ഡിസൈൻ തന്നെ. പക്ഷെ ഇത് ഈ കാണുന്നതൊക്കെ സെറാമിക് ആണ്. ഈ കാണുന്നതൊക്കെ സെറാമിക്. അതിന്റെ പ്രൈസ് നേരത്തെ പറഞ്ഞ 50 രൂപ. ഇതിപ്പോ നമുക്കൊരു സ്റ്റോണിന്റെ ഫിനിഷ്, ഒരു സ്റ്റോണിന്റെ ഫിനിഷ്. ഇതിന്റെ മുകളിലേക്ക് ക്ലിയർ കൊടുക്കേണ്ടി വരില്ലേ? ക്ലിയർ കൊടുത്താൽ നല്ലതായി, കുറച്ചും കൂടി ഗ്ലേസിംഗ് കിട്ടും. ചില മാറ്റ് ഫിനിഷ് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി. ഇതൊന്നും ഇതല്ല, ഗ്ലോസി അല്ല കേട്ടോ. ഗ്ലോസി അല്ല, എല്ലാം മാറ്റ്. ടൈല് പൊതുവെ 3 ഫിനിഷിലാണ് സാധാരണ. ഒന്ന് മാറ്റ്, പിന്നെ ഒന്ന് ഗ്ലോസി, പിന്നെ ഒന്ന് സാറ്റിൻ മാറ്റ്. ഇപ്പൊ 3 ടൈപ്പ് ഉണ്ടാവും സാധാരണ. ഇവിടെ ഒരുപാട് കഷ്ണൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. തിക്നെസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ ഇതില്ലേ കസ്റ്റമർക്ക് കാണിച്ചു കേട്ടാ. ഓക്കെ. പിന്നെ ഉണ്ടല്ലോ ഇബ്രാഹിം, ഈ തിക്ക് എന്റെ ഒരു പേഴ്സണൽ ഒരു ഇതാണ്, ഈ തിക്നെസ്സും ക്വാളിറ്റിയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് 9mm ആണ്, അല്ലെങ്കിൽ അത് 8 ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അത് ഏത് കമ്പനി ആയാലും, എന്റെ അടുത്ത് ഇപ്പോൾ ഉള്ളതെല്ലാം 9mm ആണ്, അല്ലാതുകൊണ്ടല്ല പറയുന്നത്. പക്ഷെ ഇനിയിപ്പോ അത് 8 പോയാലും ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇഷ്യൂസ് വരാനില്ല. അത് നമ്മൾ മെയിൻ നോക്കേണ്ട പാർക്കിംഗ് ഡെയിലാണ്. പാർക്കിംഗ് ഡെയിൽ നമുക്ക് എത്രത്തോളം തിക്നെസ് 15mm 18 20 ആയി കഴിഞ്ഞാൽ വലിയ വണ്ടിയോ വലിയ ഹെവി വെഹിക്കിളെല്ലാം വന്നാലും ഒന്നും സംഭവിക്കില്ല. അത്രേ ഉള്ളൂ. ഇത് വരുന്ന സമയത്ത് സെക്ഷനിലോ കംപ്ലീറ്റ് അല്ല. ഇത് വിട്രിഫൈഡ് ആണ്, ഇത് വിട്രിഫൈഡ് ആണ്, ഇത് വിട്രിഫൈഡ് ആണ്, ഇതൊക്കെ വിട്രിഫൈഡ് ആണ്. ഇത് സെറാമിക് ഉണ്ട്, ഇതൊക്കെ സെറാമിക് ആണ്, ഇത് സെറാമിക് ആണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പുറം ഉണ്ടായ ഡിസൈൻ ആണ്. വിട്രിഫൈഡ് വരുമ്പോൾ 55 ഞാൻ പറഞ്ഞ 5 രൂപയുടെ വ്യത്യാസം. ഇത് 55. ഇതിൽ വരുമ്പോൾ സെറാമിക് 50. ചിലതിൽ വരുമ്പോൾ 38 വരുന്നുണ്ട്. 38 അത് നമ്മളെ 2x1 അല്ല, മറ്റേത് 18 സൈസ്. ഇത് വരുമ്പോൾ വിട്രിഫൈഡ് പ്രൈസ് 55. ഈ കാണുന്നൊക്കെ ഇതൊക്കെ വിട്രിഫൈഡാണ്. ഇതെല്ലാം വിട്രിഫൈഡ്, ഇത് വിട്രിഫൈഡ്. ഇതിൽ സെറാമിക് ഉണ്ട്. ആയിട്ട് വെച്ചിട്ടുണ്ട്. വീട്ടിൽ വിരിച്ചല്ലേ? ഇതാണ് എന്റെ വീട്ടിൽ വിരിച്ചത്. അല്ലല്ല, ആ ഒരു സൈസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ സൈസിൽ ആ ഡിസൈൻ കണ്ടപ്പോ ഇതാണ് ഇവരെ വീട്ടിലേക്ക് വെച്ചത്. ഇതിൽ ഞങ്ങൾ അന്ന് ക്ലിയർ ഒന്നും അടിക്കാണ്ട് ഇതേ ലെവലിൽ തന്നെ ഞാൻ ഇപ്പൊ എന്റെ വീട്ടിൽ വെച്ച് 4 വർഷമായില്ലേ. അതല്ലേ. ഇനി കുറച്ച് ഡിസൈൻ കൂടി ഉണ്ട്. ഈ ഒരു സെക്ഷൻ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ജനറേറ്റർ സ്റ്റാർട്ട് ആയിട്ടുള്ളത്, കറണ്ടും കൂടി പോയിട്ടുള്ളത്. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇനിയിപ്പോ നമുക്ക് 2x1 2x2 അല്ല 2x2 സോറി 600 × 600. അതായത് 2x2 പറയാൻ പറ്റില്ല, എങ്കിലും 2x2 കോമൺ ആയിട്ട് പറഞ്ഞു പോകുന്നത്. 2x2 എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ ഫീറ്റ് ആയി. 4 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവില്ല. 3.875 പറയുന്നുണ്ടാവും. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ 3.85 കൂട്ടും. 4 സ്ക്വയർ ഫീറ്റ് കൂട്ടൂല. 4 സ്ക്വയർ ഫീറ്റിന്റെ പ്രൈസ് കൊടുക്കേണ്ടത് നിങ്ങൾ പേടിക്കേണ്ട. ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് എന്റെ അടുത്ത് ഇപ്പം 29 മുതൽ സ്റ്റാർട്ടിങ്. 29 മുതൽ സ്റ്റാർട്ടിങ്. ഇതിപ്പോ എന്ന് പറഞ്ഞാല് ഇതാണ് ഏത് നമ്മളെ ഷുഗർ ഫിനിഷിംഗിൽ ഷുഗർ ഫിനിഷാണ്. ഷുഗർ ഫിനിഷിംഗിലേക്ക് വരുമ്പോൾ 32 രൂപ. നിങ്ങൾക്ക് ഇപ്പം തൊട്ടുപോകുമ്പോൾ മനസ്സിലാവും. വീഡിയോ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ഇതിപ്പോ നിങ്ങൾക്ക് തൊട്ടുപോകുമ്പോൾ മനസ്സിലാവുന്നില്ല. ഒരു ആന്റി സ്കിഡ്. പിന്നെ ഈ സാധനത്തിന് വരുന്നത് 32 ആണ്, 32. മറിച്ച് ഇപ്പൊ നമ്മൾ നേരെ നോർമലി നമ്മളെ മാറ്റിലേക്ക് വരുമ്പോൾ 29 രൂപ. 29. ഇത് വരുമ്പോൾ 32. ഇല്ലല്ല, ഇത് പോർസിലൻ ബോഡി. അതായത് സെറാമിക്കും അല്ല, സെമി വിട്രിഫൈഡ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ പറയുന്നത്. ശരിക്കും അതിന്റെ ബോക്സിന്റെ മുകളിൽ തന്നെ ഉണ്ടാവും പോർസിലൻ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. 100% വിട്രിഫൈഡ് അല്ല. അതായത് വിട്രിഫൈഡും ഇതും തമ്മിൽ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളിപ്പോ പോസ്റ്റൽ എന്ന് പറയുമ്പോൾ നമ്മളെ ടെലിഫോൺ പോസ്റ്റിന്റെ ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിലുള്ള കപ്പലം ഇപ്പൊ നിങ്ങളെ മുമ്പ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്യൂസിന്റെ മെറ്റീരിയൽ ഫ്യൂസ് അടക്കം കാണിച്ചിട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇതും. അതെ, ഈ ഐറ്റം ഈ 2x2 വരുന്നതല്ല, ഫുൾ ബോഡി ഒഴിക്കാൻ ഫുൾ ബോഡി നമ്മൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് എത്താം. പക്ഷെ ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം ഈ എന്താ കാരണം നിങ്ങൾ ചോദിച്ചപ്പം എന്തുകൊണ്ടാണ് വിട്രിഫൈഡ് ഇല്ലാതെ എന്ന് വെച്ചാൽ 4.2 ചെറിയ പൈസക്ക് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോ കമ്പയർ ചെയ്യുമ്പോൾ ഇതിപ്പോ ഞാൻ ഇപ്പൊ 2.2 വിട്രിഫൈഡ് കൊണ്ടുവച്ചാൽ 4.2 റേറ്റ് വരും. 4.2 റേറ്റ് ആയി അതിന് വരുന്നുണ്ട്. അപ്പൊ അതിനെക്കാട്ടി നല്ലത് 4.2 കൊടുത്താൽ 4.2 വിട്രിഫൈഡ് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇതായി കഴിഞ്ഞല്ലോ. അപ്പൊ ഇത് അധികം ആൾക്കാർ കിച്ചൺ സാധാരണ ഇപ്പൊ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ കിച്ചൺ ഫ്ലോർ അല്ലെങ്കിൽ കൂടുതലും നമ്മളെ ടെറസ് ഉണ്ടല്ലോ, ഫസ്റ്റ് ഫ്ലോറിലുള്ള നമ്മളെ ബാൽക്കണി ടെറസ് എല്ലാം ഉണ്ട്, ബാൽക്കണി പോലത്തെ അല്ലെങ്കിൽ ടെറസാ അത് തുണിയൽക്ക പിന്നെ അല്ലെങ്കിൽ ചില സാധാരണ ഗോഡൌണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് പോകുന്നുള്ളൂ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ വാളിലേക്ക് കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ ചെയ്യാം. പ്ലെയിൻ കളേഴ്സ് എല്ലാം വരുമ്പോൾ വാളിലേക്ക് എടുക്കാം, ബാത്റൂം വാളിലേക്ക് എല്ലാം കൊണ്ടുപോകാം. ഈ വുഡൻ ഫിനിഷ് ഒക്കെ അധികം വരുന്നത് കിച്ചൺ ഫ്ലോർ അതാ നോർമലി ആയിട്ടുള്ള ഒരു വീടുണ്ടല്ലോ 800 സ്ക്വയർ ഫീറ്റ് 1000 സ്ക്വയർ ഫീറ്റ് എല്ലാം വരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന വീടുകളിലേക്കെല്ലാം അധികം പോകുന്നത് ആ ഒരു സൈസ് ആണ്. സ്റ്റെയർകേസിന്റെ ഏരിയയിലേക്ക് ഒന്ന് റെക്കമെൻഡ് ചെയ്യാം. അത് പറ്റൂല, കാരണം എന്താ വെച്ചാൽ മോൾഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. മോൾഡ് ചെയ്യുമ്പോൾ ഉള്ളിൽ കാണും, കളർ തന്നെ കാണും. അതുമല്ല 2.5 ഉണ്ടാകുമ്പോൾ വേസ്റ്റ് ആണ്. 2 സ്റ്റെയർ കേസ് എന്തായാലും ഉണ്ടാവില്ല. അല്ല നമ്മളിപ്പോ പൊതുവെ ഇപ്പം ഈ വുഡൻ ഫിനിഷ് കാണിച്ചു തരാം. ഇതിലേക്ക് വരുമ്പോ ഇത് സെയിം ബോഡിയാണ് ഞാൻ പറഞ്ഞത്, പോർസലൈൻ ബോഡിയാണ് 2.2 ഇതേ പ്രൈസ്. അതല്ലേ, ഓക്കെ. അത് ഇത് വരുന്ന സമയത്തേക്ക് തിക്നെസ്സിലൊന്നും മാറ്റം എല്ലാം മാറ്റം ഒന്നും കൂടി എന്താ പറയണ്ടേ ഒരു ഇതിലുപോലെ തന്നെ ഞാൻ പറയും, ഇതിലും ക്വാളിറ്റി 3 തരം ക്വാളിറ്റി ഉണ്ട്. ഏത് ടൈലായാലും കൊമേഴ്സ്യൽ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, പ്രീമിയം ഉണ്ട്. ഞാൻ ഇവിടെ ഇനി എത്ര ഉറുപ്പ് 10 രൂപയ്ക്ക് വെക്കുന്ന ടൈലായാലും പ്രീമിയം അല്ലാണ്ട് വേറൊരു സാധനം ഇതുവരെ ഞാൻ എന്റെ ഗോഡൌണിൽ കെട്ടിയിട്ടില്ല. അതായത് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്നുണ്ടാവും, ഒന്നുകിൽ പിൻഹോൾ ഉണ്ടാവും, മൂല പൊട്ടിയത് വക്ക് പൊട്ടില്ല, മെയിൻ വരുന്നത് പിൻഹോൾ. പിന്നെ അതുകൊണ്ട് കളർ വേരിയേഷന്റെ വിഷയമുണ്ട്. അത് മാത്രമല്ല ഇനി ഇട്ട് കഴിഞ്ഞിട്ട് 1-2 വർഷം കഴിഞ്ഞാലും കളർ മാറാം. കമ്പനി യാതൊരു ഗ്യാരണ്ടി ഇല്ല. അതായത് ഗുജറാത്തിന് 10 രൂപയുടെ വ്യത്യാസമുണ്ട്. 10 രൂപ സ്ക്വയർ ഫീറ്റിന്റെ ഇവിടെ വരുമ്പോ 2 രൂപയിലെ വ്യത്യാസം കാണിക്കുന്നുള്ളൂ. പക്ഷെ അതെ ആൾക്കാർക്ക് അത് മതി, കസ്റ്റമർക്ക് 2 രൂപ കുറഞ്ഞാൽ മതി. അത് സ്റ്റാൻഡേർഡ് ആണോ പ്രീമിയം ആണോ അല്ലെങ്കിൽ കൊമേഴ്സ്യലാണോ നോക്കുന്നില്ല. ചില ആൾക്കാർ ഒരു ബിൽഡിങ്ങിലേക്കാണ്, അതായാലും കുഴപ്പമില്ല, പൈസ കുറവേ വേണ്ടു, ഓടിച്ചാടി എങ്ങനെയാ. ഇപ്രാവശ്യം ഇപ്പം എന്നോട് നമ്മളെ അജ്മലൊക്കെ പറഞ്ഞു ശരിക്കും ഇപ്രാവശ്യം പോയി, ഞാൻ പറഞ്ഞു വെറുതെ കിട്ടിയാലും അതെടുക്കില്ല. കാരണം നമുക്ക് എന്തായാലും 2 രൂപ കസ്റ്റമർക്ക് പറഞ്ഞിട്ട് അത് ലാഭം എടുക്കണം, അതെടുത്തോട്ടെ. കാരണം എന്താ പറയുക, വാങ്ങുമ്പോ എല്ലാവർക്കും പൈസ കുറവെന്നുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. 2 വർഷം കഴിഞ്ഞാലോ അവരെല്ലാം അനുഭവിക്കണം. അതുകൊണ്ട് ഇതുവരെ ആ ഒരു ബിസിനസ് ഞാൻ ചെയ്തിട്ടില്ല. പ്രീമിയം എന്നുള്ളത് നിങ്ങൾക്ക് ബോക്സിൽ തന്നെ ഇവിടെ കാണാൻ പറ്റും. അതിനോണ്ടാണ് ഞാൻ ഗ്യാരണ്ടി പറയുന്നത്. ഞാൻ നമ്മളെ മെറ്റീരിയലിന് ഗ്യാരണ്ടി പറയുന്നത് പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ട് മാത്രമാണ്. അത് മാത്രമല്ല നമ്മള് സർട്ടിഫിക്കറ്റും ISIന്റെ കാണിച്ചു തന്നിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഉള്ള ബ്രാൻഡുകൾ എന്ന് പറയും ഇവിടെ ഉള്ളത്. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ട്, വെറ്റിക്കാൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്, വെറ്റിക്കാൻ. പിന്നെ ഗ്രാവിറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്, ലിവോക്സി, പിന്നെ ഒയാസിസ്, നോവ, മൊസില്ല, പിന്നെ സെൻസ എന്ന് പറഞ്ഞ, പിന്നെ സൊമാനിന്റെ സാനിറ്ററി വെയർ ആണ്. അപ്പൊ ഈ കാണുന്നതിൽ നമ്മളിപ്പം ആദ്യം ഇല്ലാത്തതാണെന്ന് നോവ അല്ലെ? നോവ അതിപ്പോ ഒരു പുതിയ നല്ല ഒരു 5-6 മാസമായിട്ട് ഇപ്പം ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ആദ്യമേ ചെയ്യുന്ന ഒരു കണ്ടിട്ടുള്ള ബ്രാൻഡാണ്. ഇനി പിന്നെ നമുക്ക് ഇതില് വരുമ്പോൾ ഇതെല്ലാം പോർസലൈൻ ബോഡിയാണ്, എല്ലാം പോർസലൈൻ ബോഡിയാണ്. ഇതിൽ വരുമ്പോൾ പ്രൈസ് മാറ്റം വരുന്നുണ്ട്. 29 രൂപ ഞാൻ ഫസ്റ്റ് 29. അതെ, ഷുഗർ ഫിനിഷിംഗിൽ മാത്രമേ 32ലേക്ക് പോകുന്നു. ഈ ഒന്നില് 32. അതിന്റെ വേറെ ഡിസൈൻ ഉണ്ട്. ആ ഒരു കണ്ടന്റ് മാറുമ്പോൾ 3 രൂപ കൂടുതൽ. അതായത് ഇത് 32, ഇത് 29, ഇത് 29, ഇത് 29, ഇത് 29. 2-3 കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ വന്നിട്ട് തന്നെ വാങ്ങും കേട്ടോ. എന്റെ കണ്ണോണ്ട് കാണുന്ന ക്യാമറ കൊണ്ട് കാണുന്ന ഒക്കെ വ്യത്യാസം ഉണ്ടാവും. നിങ്ങളെ കണ്ണോണ്ട് തന്നെ കണ്ടിട്ട് എടുക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഫോട്ടോത്തില് കാണും പോലെ എഡിറ്റ് ചെയ്യൽ മാത്രമല്ല ഇബ്രാഹിം, ചിലപ്പോൾ കാണാൻ നല്ല രസമുണ്ടാവും. ഇവിടെ വന്ന് നോക്കുമ്പോൾ വ്യത്യാസം. നമ്മൾ 99% കസ്റ്റമറിലും നമ്മൾ ഇന്റീരിയർ വർക്ക് ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന. കാരണം നമ്മളിപ്പോ ഈ PU പെയിനാണ് WPC കിച്ചൺ ചെയ്യുന്നത്. നമ്മൾ അവരെ അയച്ചിരുന്ന ഫോട്ടോ നമ്മളെ, ഞാനിപ്പോ ഐഫോൺ യൂസ് ചെയ്യുന്നു, അവരെ ആൻഡ്രോയിഡ് യൂസ് ചെയ്തിട്ടുണ്ടാവും. രണ്ടും വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്തിട്ട് വീട്ടുകാർക്ക് കാണിച്ചു കൊടുത്തു. രണ്ട് കാണുന്ന നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ കാണുന്നുണ്ടായിരുന്നു.
ഏത് ടൈല് പ്രത്യേകിച്ചിട്ട്. പിന്നെ അതേപോലെ ഇപ്പം ഇബ്രാഹിം ചോദിച്ചിട്ടില്ലേ ബാത്റൂമിലൊക്കെ ഈ പ്ലെയിൻ കളേഴ്സ് ഒക്കെ നമുക്ക് ബാത്റൂം വാളായിട്ട് ഉപയോഗിക്കാം. വാളും ഫ്ലോറും ഇതിന്റെ തന്നെ പല കളേഴ്സും ഇപ്പോൾ ഉണ്ട്. അതായത് നമ്മളിപ്പോ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ഇപ്പഴേ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്താതെ അധികം ആൾക്കാരുണ്ടാവും. ചിലപ്പോ അവർക്ക് ജന്മത്തിൽ യൂസ് വരില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ള ഒന്ന് കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി പ്രൈസ് വരുന്നത്. മുമ്പ് ഒരു 4 കൊല്ലം മുമ്പേ 3 കൊല്ലം മുമ്പ് നമ്മൾ ചെറിയ 18, 12, 15, 10 ടൈലിനുണ്ട് 35 രൂപ. അതെ. ആ റേറ്റ് പോലും ഇതിനില്ല. 1 ടൈലിനുണ്ട് 35 രൂപ. സെറാമിക്കിന്റെ ആ ടൈലിന് പോലും 35 രൂപ ഉണ്ടായിരുന്നു. അപ്പൊ അതിലും കുറച്ചിട്ടാണ് 29. ശരിക്കും നമ്മളെ മാർക്കറ്റിൽ ഇന്ന് കേരളത്തിൽ തന്നെ പറയാം ടൈലിന്റെ വില കുറയാൻ കാരണം ഒന്ന് നമ്മളാണ്. അതെ. ഈ ഒരു വീഡിയോ ഒക്കെ ടെക്കാക്കുന്നുള്ള വീഡിയോ വന്നതിന് ശേഷമാണ് 4.2 ടൈലെല്ലാം 38 രൂപയിലേക്ക് വന്നത്. മറിച്ച് എല്ലാവരും 48, 50, 55 പോയതോ. അതെ എനിക്ക് 4.2 നമ്മളെ എന്റെ പഴയ വീട്ടിലേക്ക് എടുത്തിട്ടുള്ളത് 103 രൂപക്കാണ് 4 ഒരു സ്ക്വയർ ഫീറ്റ്. 15 വർഷം മുന്നേ, 15 അല്ല 2018 15 വർഷം മുന്നേ എന്റെ വീട്ടിലേക്ക് ഞാൻ എടുത്ത് 2x2 എടുത്തത് 45 രൂപ 2x2 എടുത്തത് നാനോ. ഇന്ന് അതിന് 28 രൂപ 28ലേക്കെല്ലാം എത്തി. ശരിക്കും ടൈൽസിന്റെ യഥാർത്ഥ വില എന്താന്നുള്ളത് മാർക്കറ്റിൽ കൊണ്ടുവന്നത് നമ്മളാന്ന് പറയാം. ഇതിലും അങ്ങനെ പോർസലും വെച്ച് കഴിഞ്ഞാൽ കളർ ഫെയ്ഡിങ് കാര്യങ്ങളും ഒരു ഫെയ്ഡ് ആവാനോ ഒരു പിന്നെ സ്ലിപ്പ് ആവാനോ മാറ്റ് ഫിനിഷ് ആണ്. സാറ്റ് അതായത് വെള്ളം ഒഴിച്ചാൽ നമ്മളൊരു ഗ്രിപ്പ് പോലെ ഉണ്ടാവും. ഒരു മാഗ്നറ്റ് കൊണ്ട് പറ്റി പിടിക്കുന്നില്ല, ആ ഒരു ടൈപ്പ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഫ്ലോറിലേക്ക് ധൈര്യത്തിൽ വിരിക്കാം. ഫ്ലോറിലേക്ക് വിരിക്കാം. ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ച ഷുഗർ ഇതും 29 രൂപ. 1, 2 കംപ്ലീറ്റ് 29 രൂപ. ഇപ്പൊ നിങ്ങൾ നാളെ വരുമ്പോ ഈ ഡിസൈൻ തന്നെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോ തീരുവല്ല, രണ്ടാമത് കണ്ടിന്യൂസ് കൊണ്ടിരുന്നതാണ്. മോഡലായിരിക്കും, പുതിയ മോഡലല്ല. എന്തായാലും ഒരു 6 മാസത്തേക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പറയാൻ വേണ്ടിട്ട് 2 മാസം മുന്നേ കൊണ്ടുപോയി രണ്ടാമത് ബാക്കി വേണമെങ്കിൽ കൊടുക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഒരു ഡിസൈൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു ആഴ്ചത്തേക്ക് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. എന്തായാലും എത്തിച്ചോടും. അതെ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ആകുമ്പോഴത്തേക്ക് നമ്മളെ ഫുൾ ബോഡി ആയി. ഫുൾ ബോഡി ഇതൊക്കെ OSIS എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഞങ്ങൾ ചോദിച്ചിട്ട് ഏതാ ബ്രാൻഡ് തന്നെ ചോദിച്ചിട്ട് അപ്പൊ ചിലത് ഓർമ്മയുണ്ടാകും. ഞാൻ ബ്രാൻഡ് പറഞ്ഞത് OSIS ഉള്ള ബ്രാൻഡാണ്. ഫുൾ ബോഡിയാണ്. ഫുൾ ബോഡി. ഇത് അധികം ആൾക്കാരും കൊണ്ടുവന്നത് ഈ ബാത്റൂം ഫ്ലോറിലേക്ക്. ശരിക്കും പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫുൾ ബോഡിന്റെ ആവശ്യമില്ല. അത് എവിടെ ആവശ്യം വരുന്നത്? നേരത്തെ പറഞ്ഞ പല ആൾക്കാരും ട്രാഫിക് ഉള്ള സ്ഥലത്തേ ഫുൾ ബോഡി ഉള്ളൂ. പക്ഷെ എങ്കിലും ചില കസ്റ്റമർക്ക് ഫുൾ ബോഡി വേണമെന്നുള്ള നിർബന്ധമുണ്ട്. ഇപ്പൊ ഒരു 100 കസ്റ്റമർ വന്നാൽ 5 ആൾക്കാർ മാത്രമേ ഇത് ഫുൾ ബോഡി എടുക്കുന്നുള്ളൂ. അതിന്റെ ആവശ്യം വരുന്നുള്ളൂ. കാരണം അത്രയും ഗ്യാരണ്ടി മറ്റേന് കൊടുക്കുന്നുണ്ട്. കാരണം എന്താ ഫുൾ ബോഡി നമ്മൾ എന്തിനാ എടുക്കുന്നത്? തേയ്മാനം സംഭവിച്ചിട്ട് താഴോളം കിട്ടും. നമ്മൾ ഈ കമ്പനിയും പറയുന്നത് എന്താണ്? ഇത് കളർ ഫെയ്ഡ് ആവില്ല, തേയ്മാനം സംഭവിക്കില്ല പറയുന്നുണ്ട്. ഹോട്ട് ചെയ്യുന്നതിന്റെ വ്യത്യാസം അത്രയും ക്വാളിറ്റി കൂടിയ പ്രിന്റും അത്രയും ക്വാളിറ്റി കൂടിയ മെറ്റീരിയലും ആണ്. മാറ്റമൊന്നുമില്ല. പക്ഷെ ചില ആൾക്കാർക്ക് ഇത് എന്താ ചെയ്യുക, ഹോൾഡ് ചെയ്യേണ്ട ആവശ്യം, പിന്നെ ഇതെന്നെ വേണമെന്നുള്ള. ഇതിനെങ്ങനെ പൈസ വരുന്നത്? ഇതിന് 68 രൂപ. 68. ഇതിന്റെ സൈസ് കൂടിയാണെങ്കിൽ സ്റ്റെയർ കേസസ് അല്ല, സൈസ് കൂടി 4.2 ഉണ്ട്. അത് നമുക്ക് അപ്പുറത്തേക്ക് എത്താം. ഇത് 2.2. ഇത് പക്ഷെ ഇതിന്റെ പ്രത്യേകത ഇതിനെക്കാട്ടി ഒരുപാട് ഗ്രിപ്പ് ഉണ്ട്. ഇതിപ്പോ ശരിക്കും പറഞ്ഞാല് ഇതാണ് നമുക്ക് ഒരു എന്താ പറയണ്ട ഒരു ശരിക്കും നമ്മൾ കാലൊക്കെ ഇതിൽ തന്നെ വരച്ച് ക്ലീൻ ചെയ്യാം. അത്രയും കച്ചറ പിടിക്കുന്ന വെള്ളം ഒഴിച്ചാൽ ഡെപ്പോത്രേനെക്കാട്ടി കുറച്ചും കൂടി കാണുമ്പോ. പിന്നെ ഇത് വരുമ്പോ നമുക്ക് ഫ്രണ്ടിലെ സ്റ്റെപ്പിനോ നമുക്ക് 4.2 നല്ലത്. കാരണം വേസ്റ്റേജ് വരില്ല. വെള്ളം വരുന്ന മാറിയ സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാം. അധിക വീടുകൾ കണ്ടംപററി ആകുമ്പോൾ സ്റ്റെപ്പ് ഡയറക്റ്റ്. ഇതിന് ഒരുപാട് കളേഴ്സ് ഉണ്ട്. അല്ല, നമുക്ക് ഇതില് സൈസ് കൂടുമ്പോ പ്രൈസ് മാറ്റമുണ്ടോ? പ്രൈസ് കൂടും. ഏത് ടൈലും വലുതാകുന്നതിനനുസരിച്ച് ടൈലിന്റെ റേറ്റ് വ്യത്യാസം വരാം. കുറയോ? അല്ല, കൂടും. വലിയ സൈസ് ആകുമ്പോൾ റേറ്റ് കൂടും. ഏത് ഈ ടൈപ്പ് ഏത് ടൈലായാലും എത്രത്തോളം ടൈല് വലുതാവുന്നു അത്രത്തോളം റേറ്റ് കൂടും. ഇപ്പൊ നമ്മൾ 6.4 8.4 നമ്മൾ നേരെ ഡബിൾ ആണ്. 6.4 എത്തുമ്പോൾ പറഞ്ഞുതരാം. അപ്പൊ അതിൽ 1, 2, 3, 4 കളേഴ്സ് ഇപ്പൊ ഉള്ളത്. അതെ, ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് വേറെ ഉണ്ട്. കാരണം ഡിസ്പ്ലേ കുറച്ച് സൗകര്യം കുറവുള്ളത് കൊണ്ട് ഇത് കളർ ഷെയ്ഡ് മാത്രമേ മാറ്റുള്ളൂ. പ്രത്യേകിച്ച് പാറ്റേണോ ഡിസൈനോ ഒന്നും പറ്റില്ല. എല്ലാം കുറച്ച് നല്ല. കാരണം ഞാൻ മെയിൻ കൊണ്ടുവച്ചത് എല്ലാം ബാത്റൂമിലേക്ക് വേണ്ടിയിട്ടാണ്. അത് കുറച്ച് റഫുമായി ആൾക്കാർക്ക്. അപ്പൊ ഇതിന് 68 രൂപ കിട്ടും. അല്ലെ?
അത് ഇത് നമ്മളിപ്പോ ഫസ്റ്റ് നോക്കിയ പോർസലൻ ബോഡിന്റെ പ്ലെയിൻ കളേഴ്സ്, അതായത് ബാത്റൂമിനുള്ള വാളിനോ വാളിന് കാര്യങ്ങളൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടുത്ത് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് ഫുൾ ബോഡിയാണ്, ഇത് പോർസലൻ ബോഡിയാണ്. പക്ഷെ 3 വിലന്റെ ഡിഫറൻസ് ഉണ്ട്. ആവശ്യക്കാർക്ക് ഏത് രീതിയിലേക്ക് പോവാം. ഇത് 29 വരുമ്പോ 68. അപ്പൊ ഏകദേശം എത്ര ഡബിൾ മേലയില്ലേ പ്രൈസ് വ്യത്യാസം 60 റുപ്യയിൽ മേലയല്ല, 68 വന്നില്ലേ. ഇത് വരുമ്പോഴും പോർസലിൻ തന്നെ, പോർസലൻ ബോഡി 29 രൂപ. ഇത് വരുമ്പോ 32 ആയിരിക്കും അല്ലെ? ഇത് 32. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കാർവിംഗും കൂടിയാണ്. ഇതിൽ ഒരു പ്രത്യേക ഒരു ഗ്ലൂ കണ്ട ഇങ്ങനെ ഒരു ഇത് വരുന്നത് പറഞ്ഞാൽ ശരിക്കും എന്റെ അടുത്ത് ലൈറ്റ് ഇല്ല, ആ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലൂ ആണിത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല. ഇത് കണ്ട, അതായത് മറ്റേ ഇത് ഒരു ക്ലിയർ അടിച്ച പോലെ വരുന്നത് ആ സാധനമാണ്. ഇത് അങ്ങനെ 34 2 രൂപ പിന്നെയും കൂടും. ഇത് എവിടെയൊക്കെ യൂസ് വരുന്നത്? ഇത് അധികം ആൾക്കാർ വാളിനുണ്ടോ, ബാത്റൂം വാള് അല്ലെങ്കിൽ കിച്ചൺ വാള് അങ്ങനെയുള്ള ഒരു ഇതിലാണ്. ഞാൻ ഒരുപാട് കൊണ്ടുവച്ചിട്ടില്ല. അത്യാവശ്യം ഈ ഡിസൈൻ ഒക്കെ വലുതും ഇവിടെ അവൈലബിൾ അല്ലേ? എല്ലാത്തിന്റെയും, പക്ഷെ ചെറിയ ഡിഫറൻറ്റിലാണ് വരുന്നത്. കാരണം എന്താ അറിയോ, ഇപ്പൊ നമ്മള് നോർമലി ബഡ്ജറ്റ് കുറഞ്ഞ ഒരു ടൈപ്പിലേക്ക് മാത്രമാണ് ഇപ്പൊ 2.2 പോകുന്നത്. ബഡ്ജറ്റ് കുറഞ്ഞ അതേസമയം നമ്മുടെ ഇപ്പം 5, 3, 6, 4, 4, 2 ഏകദേശം ഒരേ ഡിസൈൻ കിട്ടാൻ. കാരണം സെൻട്രലിലൊക്കെ ഒരു ഡിസൈൻ. ഇത് മാത്രമല്ല, ഇത് മാറിയല്ല, പോർഷൻ ബോഡിയും പിന്നെ വിട്രിഫൈഡ് ബോഡിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ പറ്റൂല. രണ്ട് കമ്പനി വ്യത്യാസം യോജിപ്പിക്കാൻ എന്തായാലും പറ്റൂല. ഇത് വരുമ്പോഴും മറ്റേ ഷുഗർ, ഇത് നമ്മളെ ഷുഗർ 32 ഫിനിഷിംഗ്. അത് മനസ്സിലാവുന്നില്ലേ? ആന്റി സ്കിഡ് സ്കിഡ് ആവാത്ത രീതിയിലുള്ള. ഇനി പിന്നെ ഈ ഒരു സെക്ഷനിലുള്ളത് ഇതിന്റെ ബാത്റൂം നമ്മൾ അത്യാവശ്യം ഉണ്ടാക്കി വെച്ചു. കാരണം ഡെമോ കാരണം കസ്റ്റമർക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാല. ഈ ഒരു ടൈപ്പ് ഇതിന്റെ തന്നെ ഇതെന്തെങ്കിലും ഉണ്ടാക്കി വെച്ചു. ഇപ്പൊ ഇതിന്റെ ഈ ഒരു ലൈറ്റ് ഇല്ലാതുകൊണ്ട് മനസ്സിലാകുന്നുണ്ടോ? ലൈറ്റ് ഭയങ്കര ഇതായി പോയിട്ടോ, മഴയും വന്നു, ലൈറ്റ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ. അപ്പൊ ബാത്റൂം മോക്കപ്പിന്റെ ഇതിപ്പോ നമ്മൾ പ്ലെയിൻ കളേഴ്സ് ആണ്. ഈ പ്ലെയിൻ കളേഴ്സിന്റെ സെയിം ഒരു 50ഓളം കളേഴ്സ് ആണ് എടുത്തിട്ടുണ്ട്. 50ഓളം സെയിം 50ഓളം കളേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു കസ്റ്റമർ വന്നാൽ എനിക്ക് പറയാം ഇതിന്റെ തന്നെ 50ഓളം കളേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോരാൾ ഓരോ ഐഡിയക്ക് അനുസരിച്ചിട്ട് അത് ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താ, ഈ ഒരു ഡിസൈൻ തന്നെ ഇതുപോലെ ഉണ്ടാക്കാം, പ്ലെയിൻ കളറിൽ ഇത് കട്ട് ചെയ്ത് എപ്പോക്സി ഇടുന്ന രീതിയിൽ ഉണ്ടാക്കാം. താഴെ വരുമ്പോ അതിന്റെ തന്നെ സെയിം കളർ സെയിം ഐറ്റം മാറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് ഇത് ഗ്ലോസ് ചെയ്യാൻ, അത് മാറ്റാണ്. അതെ ഇത് മാറ്റ് വരും, ഇത് ഗ്ലോസ് സെയിം കളറിൽ തന്നെ, സെയിം കളറിൽ. ഏകദേശം 50ഓളം കളേഴ്സ് ഞാൻ അപ്പുറത്ത് കാണിച്ചു തരാം. 50ഓളം കളർ ഉണ്ട്. ഇത് രണ്ടും ഗ്ലോസ് ചെയ്യാൻ തോന്നുന്നു. രണ്ടും ഗ്ലോസ് അല്ല, അത് മാറ്റ് അല്ലേ? മാറ്റാണ്. അപ്പൊ ഇത് ഫുൾ മാറ്റ് തന്നെ. അതന്നെ അത് മാറ്റാണ്. ഒരു മോക്കപ്പ് ആക്കിയിട്ട് ഇതില് ഈ ഒരു ഡിസൈനിൽ ബാക്ക് വാളിൽ കൊടുക്കുന്ന രീതിയിൽ അല്ലേ? ഇടയ്ക്കൊക്കെ ചെറിയ ചേഞ്ചസ് ഒക്കെ പുതിയ മോഡൽ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തും കേട്ടോ. നമുക്ക് ഇതൊരു 6 മാസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്യാൻ രീതിയിൽ നമ്മൾ വെച്ചതാണ്. പിന്നെ ഇതിൽ വരുമ്പോ ഒരു ക്രീമി കളറും ഒരു ബ്ലൂയിഷ് കളറും ബ്ലൂയിഷ് കളറാണ് ഫ്ലോറിൽ മാറ്റ്. ഇതിന്റെ ഈ ഒരു മാറ്റ് കിട്ടും, അതിന്റെ സെയിം മാറ്റ് ഉണ്ട്. ഈ കളറും സെയിം. അത് വേണമെങ്കിൽ മിക്സ് ആക്കി നമ്മുടെ അടുത്ത് ഏതെല്ലാം കളർ പ്ലെയിൻ കളർ ഉണ്ടോ അത് ഗ്ലോസി അതിനൊക്കെ മാറ്റും അല്ലെ? അപ്പൊ ഇതിൽ നമുക്ക് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് 3, 4, 5 മോക്കപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ട് കേട്ടോ ഈ കളർ വാളില് അല്ലേ? അത്യാവശ്യം നല്ല അനുസരിച്ചിട്ട് കളർ ഇങ്ങനെ മാറ്റി ടേസ്റ്റ് ആയിരിക്കില്ല, വ്യൂവേഴ്സിന്റെ ടേസ്റ്റ്. ഇത് നല്ല രസമുണ്ട് സെറ്റപ്പ് ചെയ്തിട്ട്. അപ്പൊ ഫ്ലോറിലേക്ക് വരുമ്പോൾ കളർ ചെറിയ മാറ്റം കാണുന്നുണ്ട്. ഇത് ഉണ്ടാവും അല്ലെ? സെയിം ഉണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈടുന്ന് പറയാന്ന് വിചാരിച്ചിട്ടാണ്, സാനിറ്ററിയിലേക്ക് എത്തിയിട്ടില്ല. നമ്മളെ ക്ലോസറ്റ് ആണ്. ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ പുറമേന്ന് കൊടുക്കുന്ന സെയിം കമ്പനി 10 വർഷമാണ് വാറണ്ടി. ആ 10 വർഷം വാറണ്ടിയുള്ള ക്ലോസറ്റ് നമ്മൾ 3900 രൂപ. 3900 രൂപ. അപ്പൊ അതുകൊണ്ട് എന്തായെന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ ഫ്ലഷ് ടാങ്ക് ഉള്ളതില്ലേ, സെപ്പറേറ്റ് ഇല്ലേ, അതിന് 3500 രൂപ. അത് ടാങ്ക് വേറെ വാങ്ങണം. പിന്നെ അതിന്റെ സീറ്റ് വേറെ വാങ്ങണം, ക്ലോസറ്റ് വേറെ വാങ്ങണം. അതുമല്ല 3 മാസത്തിൽ 3 പ്രാവശ്യം കംപ്ലൈന്റ് ആയിരിക്കും. കാരണം ആ സാധനം ഇങ്ങനെ വലിച്ചു പൊട്ടിച്ച്. ഇത് 10 വർഷം. അതിന്റെ ഫ്ലഷ് ടാങ്ക് കാണാൻ രസമുള്ളതൊക്കെ വാങ്ങുക, അതിന് മാത്രം 4000 രൂപ. സ്ലിം വരുന്ന ടാങ്കിന് പഴയ മോഡലല്ല. ഇതിപ്പോ ക്ലോസറ്റ് ഈ സൈഡ് ഫിനിഷിംഗ് കണ്ടെങ്കിൽ ഒരു കച്ചറ ആവാനോ പിടിക്കാനോ ഒന്നുമില്ല. വെള്ളം ഇതിന്റെ സ്ക്രൂ ഒക്കെ ഇതിന്റെ അകത്ത് ചെയ്യുന്ന രീതിയിലുള്ളത്, എല്ലാം അകത്ത് ചെയ്യുന്ന രീതി. അതായത് ഇതിന്റെ സ്ക്രൂവിന്റെ ഹോള് പോലും ഇവിടെ കാണാൻ ഒന്നുമില്ല. അതാ നമ്മൾ സൈഡ് നോക്കണം.
സൈഡ് വരുന്നത്. ഇത് സാധാരണ ഏത് ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാലും 8,900, 10,900, 11,000, 7,000 രൂപയ്ക്ക് കുറച്ചിട്ട് ഒരു വക ക്വാളിറ്റി ഉള്ള ബ്രാൻഡ് കിട്ടാനില്ല. ഞാൻ ഇതിപ്പോ പിന്നെ വാഷ് ആണോ അതല്ല സൈഫോണിക്കോ? ഇപ്പം സൈഫോണിക്കും ഉണ്ട്, പക്ഷെ സൈഫോണിക്ക് കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഫിറ്റിംഗ് എത്രത്തോളം സക്സസ് അല്ലയോ അത് കംപ്ലൈന്റ് വരും. സൈഫോണിക്കിന് കറക്റ്റ് എയർ കറക്റ്റ് പോയിട്ടില്ല കംപ്ലൈന്റ് വരും. നമുക്ക് സൈഫോണിക്ക് ഉണ്ട്, പക്ഷെ കൂടുതൽ കൊടുക്കാൻ നിൽക്കാറില്ല. പിന്നെന്ന് പറഞ്ഞാല് വളരെ ശ്രദ്ധിക്കേണ്ടത് ലേഡീസ് അല്ലെങ്കിൽ കുട്ടികളുള്ളവര് അവരെ സാനിറ്ററി അത് അതിലിട്ടും അതാണ് നിക്ഷേപിക്കാൻ പാടില്ല. ചെറിയ ഹോളായിരിക്കും, ചെറിയൊരു ഹോള് മാത്രമല്ല, എയർ കറക്റ്റ് പോയിട്ടില്ലെങ്കിൽ അത് ഉപയോഗശൂന്യമാവും. ഇതിപ്പോ എന്ന് വെച്ചാല് ഞാൻ ശരിക്കും പറയും 3,900 കൊടുത്തത് നമ്മളെ ഫസ്റ്റത്തെ വീഡിയോയില് ഒരു മാസത്തേക്ക് എന്ന് പറഞ്ഞാൽ ഓഫർ ഇട്ട് കൊടുത്തത്. അത് ഇന്നും അറ്റ്ലാന്റ തൗഫീഖ് കൊണ്ട് നിലനിർത്തി പോകുന്നുണ്ട്. അത് ചെറിയൊരു ലാഭം എടുത്തുകൊണ്ട് മാത്രമാണ്, ക്വാളിറ്റി കുറഞ്ഞിട്ടല്ല. ഇപ്പോഴും പോലും ചില ഷോപ്പുകാർ ചോദിക്കുന്നുണ്ട് എന്നോട്. കാരണം വെച്ചാൽ 4,325 രൂപക്ക് ഞാൻ ഹോൾസെയിൽ സപ്ലൈ ചെയ്ത സാധനമാണ്. റീറ്റെയിലേക്ക് വരുന്നതിന് മുമ്പ് ഹോൾസെയിൽ ആയിരുന്നല്ലോ. 4,375 രൂപ ആ സാധനം 3,900 ഞാൻ ഫസ്റ്റിലെ നമ്മളെ ഒരു എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ബ്രാൻഡ് വെച്ച് ചെയ്തതാണ്. പക്ഷെ ഈ 3 വർഷമായിട്ട് നിലനിർത്തിയിട്ടുണ്ട്, നല്ല രീതിയിൽ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. പ്ലൂട്ടോ എന്ന് പറഞ്ഞ ബ്രാൻഡ്. പ്ലൂട്ടോ എന്ന് പറയുന്ന ബ്രാൻഡ് 3,900 24 മണിക്കൂർ കൊണ്ട് സൈറ്റ് സർവീസ് ആണ്. കമ്പനി എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അവർ വീട്ടിലേക്ക് എത്തും. പിന്നെ ജോൺസൺ ഉണ്ട്, സൊമാനി ഉണ്ട്, എല്ലാ ബ്രാൻഡും ഉണ്ട് കേട്ടോ. ബ്രാൻഡിന്റെ അതിന്റേതായ റേറ്റ് ഉണ്ട്. എന്നാലും 5,000, 5,500 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇത് ബ്രാൻഡ് അല്ല എന്നല്ല നമ്മൾ പറയുന്നത്. ഒരു ബ്രാൻഡും ആദ്യം സ്റ്റാർട്ടിംഗിൽ അങ്ങനെ ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ജോൺസൺ ഉണ്ട് 5,500 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. നമ്മുടെ അടുത്തുണ്ട്. ഇതിപ്പം ജോൺസൺ ആണ്. സൊമാനിന്റെ അപ്പുറം അതിന്റെ ഇതുണ്ട്. ഇതിപ്പോ നമുക്ക് ഇത് വരുമ്പോഴേക്കും നമ്മള് 3,900 വാൾമൗണ്ട് ഇതേ സെയിം റേറ്റിനാണ് വാൾമൗണ്ടും ഞാൻ കൊടുക്കുന്നത്. 3,900 പല മോഡലും സെയിം കമ്പനിയാണ്, സെയിം കമ്പനി, സെയിം ക്വാളിറ്റി, സെയിം വാറന്റി, എല്ലാ സൈസും ഉണ്ട്. 900 അതിന്റെ 7 ഇഞ്ചും 9 ഇഞ്ചും 9 ഇഞ്ചും. ഇതിൽ വരുമ്പോ ജോൺസന്റെ ബ്രാൻഡ് തന്നെയാണ്. വാഷ് ബേസിൻ ഉണ്ട്, ടേബിൾ ടോപ്പ് ഉണ്ട്, ഓവൽ ഉണ്ട്, അത്യാവശ്യം എല്ലാ മോഡലും നമ്മുടെ കാറ്റലോഗ് ഉണ്ട്. കാരണം ഡിസ്പ്ലേ ചെയ്യാനുള്ള സൗകര്യം കുറവുകൊണ്ട് ബാക്കിയുള്ള കാറ്റലോഗ് കാണിച്ചിട്ട് എല്ലാ മെറ്റീരിയലും സ്റ്റോക്ക് ഉണ്ട്. ജോൺസന്റെ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടോ ആ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ഏകദേശം ഒരു 70% സാധനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്, സ്റ്റോക്ക് ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മോഡൽ നോക്കിയാലും 24 hours കൊണ്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. അതായത് നിങ്ങൾ സാധനം ഇപ്പൊ പർച്ചേസ് ചെയ്ത് ഇവിടുന്ന് ഇപ്പൊ കണ്ടിന്യൂ ആയിട്ട് വണ്ടി പോയിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. അപ്പോ വണ്ടി ഇപ്പൊ ഏകദേശം ഞാൻ എറണാകുളം, കോട്ടയം വരെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അധികം എനിക്ക് ഇപ്പോഴും കസ്റ്റമർ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വരുന്ന കസ്റ്റമറോട് പറയലുണ്ട്, നിങ്ങൾക്ക് ഒരു പീസ് പോലും ഷോർട്ട് ആയാൽ എന്തായാലും എനിക്ക് 2-3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. കാരണം എന്തായാലും ആ ഭാഗത്ത് കസ്റ്റമർ വരുന്നുണ്ട്. അപ്പൊ അവർക്കുള്ള മെറ്റീരിയൽ കൊണ്ടുപോകുമ്പോൾ ഇവർക്ക് ഷോർട്ട് ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് പരമാവധി നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ചില ലോങ് നിന്ന് വരുന്ന ആൾ വിചാരിക്കും ഒരു പ്രാവശ്യം പോയി എന്തെങ്കിലും ഷോർട്ട് ആയാലും എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് ദൈവം സഹായിച്ചിട്ട് അങ്ങോട്ടേക്ക് തന്നെ അധികവും ഏകദേശം ഓൾ കേരള, അതായത് ഇപ്പം എറണാകുളത്ത് നിന്ന് അങ്ങോട്ടേക്ക് കൂടുതലില്ല. ഞാൻ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, കാരണം ബുദ്ധിമുട്ടാണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും റെഡിയായി വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പരമാവധി ഞാൻ പറയലാണെന്ന് നിങ്ങൾ അവിടെ തന്നെ നോക്കിക്കോന്നുള്ള. ട്രാൻസ്പോർട്ടേഷനിൽ ഇങ്ങനെ കുരുങ്ങിന്റെ അടുത്തും ഡാമേജോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് ഇഷ്ടംപോലെ കസ്റ്റമർ വരുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്ത് വരുന്നവർക്ക് കസ്റ്റമർക്ക് നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, എന്ത് സാധനം ഷോർട്ടേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് 1-2 ദിവസം കൊണ്ട് അവർക്ക് എത്തിക്കാൻ പറ്റും. എന്തെങ്കിലും ഷോർട്ടേജ് വാങ്ങി വെക്കുന്നവര് പിന്നെ ഉപയോഗിച്ചിട്ട് ബാലൻസ് വന്നു കഴിഞ്ഞാൽ ബാലൻസ് ഒന്നും എനിക്ക് പറയാം മാക്സിമം ഒരു മാസം കൊണ്ട് എന്താ അറിയോ, ഈ വന്ന ഡിസൈൻ സെയിം സാധനം ഒരു മാസം കഴിഞ്ഞാൽ വേറെ സംഭവം വരുമ്പോൾ ബാച്ച് നമ്പറിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇവര് ചിലപ്പോൾ 2, 3, 5 ബോക്സ് എടുക്കൊണ്ട് എനിക്ക് ആ ബാച്ച് നമ്പർ വന്ന് എനിക്ക് മാറ്റി കൊടുക്കാം. അത് വിൽക്കാൻ പറ്റൂല, ചെറിയ വ്യത്യാസം കൊടുക്കാൻ. അപ്പൊ ഞാൻ വരുന്ന കസ്റ്റമറോട് പറയില്ല, നിങ്ങൾ എത്ര പെട്ടെന്ന് പണി തീരുന്നോ അതിന്റെ പിറ്റേന്ന് തന്നെ എത്തിച്ചാൽ മതി. നമ്മുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലാണ്ട് അത് തീർന്നു പോയിട്ട് പുതിയ ബാച്ച് വരുമ്പോൾ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു പീസ് ആയാൽ പോലും ഞാൻ തിരിച്ചെടുക്കും. പക്ഷെ അത് അവരോട് എത്രയും പെട്ടെന്ന് തന്നെ ചില ആൾക്കാരുടെ അത് ആഡ് ഇടും. ഒരു 2-3 മാസം കഴിഞ്ഞ് ഓർമ്മ വരുമ്പോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരു വണ്ടിയെല്ലാം വരുമ്പോ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് എത്തിക്കണ്ട, നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ആ ഭാഗത്തേക്ക് വണ്ടി പോകുമ്പോൾ നമ്മൾ എടുത്തോളൂ. നമ്മൾ എന്തായാലും ചിലപ്പോൾ അവരെ വീട്ടിന്റെ അപ്പുറം ഇപ്പുറം പോകുന്നുണ്ടാവും. ആ പോകുന്ന പോക്കിന് 5 ബോക്സ് ചിലപ്പോൾ എനിക്ക് ആവശ്യമുള്ള സാധനമായിരിക്കും. നമ്മൾ അവിടെ പൈസ കൊടുത്തിട്ട് തിരിച്ചെടുക്കും. ഇത് ചില ആൾക്കാർ പറയൂല. ഓക്കെ, നേരത്തെ നിങ്ങൾ ചോദിച്ചാൽ 4-2 വുഡൻ ഫിനിഷ് പറഞ്ഞില്ല. വുഡൻ ഫിനിഷ് ഇത് വരുമ്പോ ഇത് നമ്മളെ വരുന്നതെന്ന് പറഞ്ഞാല് 43
സ്റ്റാർട്ട് 45 ഉടൻ 45 വരെ ഉടൻ 43 45 വിട്ടു 100% വിട്ടർഫൈഡ് വാറണ്ടി ഒന്നും മാറ്റം ഒന്നും മാറ്റം എല്ലാം പറഞ്ഞു എല്ലാ വാറണ്ടി ഗ്യാരണ്ടി എല്ലാം സെയിം 4.2 എന്ന് പറയുമ്പോൾ സൈസ് കറക്റ്റ് പറഞ്ഞാൽ 1200 600 15 സ്ക്വയർ ഫീറ്റ് ആണ് 7.75 ഒരു പീസ് ഉണ്ടാവും 7.75 8 ഉണ്ടാവില്ല 4.2 കൊണ്ട് 8 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവില്ല അല്ല 4. പിന്നെ വരുന്നത് വുഡിന്റെ വില കൂടിയെന്ന് പറഞ്ഞത് ഇത് 45 45 ഈ ഒരൈറ്റം 45 ഇത് മാത്രം 45 ബാക്കിയെല്ലാം ബാക്കി ഇത് 43 ഇത് 43 തന്നെയാണ് റേറ്റ് ഞാൻ ഒരു 43ന്റെ രീതിയിൽ കൊടുക്കുന്നത് ഇത് 43 ഇത് 43 ഇത് 43 ഇത് 43 ഇത് 45 ഇത് രണ്ടും 45 അല്ല ഇത് രണ്ടും ഒരേ ഐറ്റാണ് ഒറ്റ ഐറ്റം ഇപ്പൊ റാൻഡം ഡിസൈൻ ചെറിയൊരു ഡിഫറൻറ്റ് വരും അതാ പറഞ്ഞ ഞാൻ ഇത് ചെറിയൊരു ഡിഫറൻറ്റ് വരും റാൻഡം ഡിസൈൻ ഇത് ഒരേ ഐറ്റാണ് അതെന്തോ അതുകൊണ്ടാണ് നമ്മൾ 2 പീസും വെച്ചിന് ചിലപ്പോ ഞാൻ ഇത് മാത്രം വെച്ചു ചില കസ്റ്റമർ ഞാൻ നോക്കിയത് അതല്ല എന്ന് പറയും എനിക്കെന്നിപ്പോ ഡൗട്ട് കൺഫ്യൂസിംഗ് ചില ആളുകൾ ഞാൻ ഇതാ കണ്ടിന് നിങ്ങൾ അയച്ചത് അതാണെന്ന് പറയും അപ്പൊ രണ്ടും മിക്സ് ആയിട്ടുണ്ടാവും കാരണം ഒരു മരം മുറിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഇല്ല ഇതിങ്ങനെ ഒരു ബോക്സിൽ എല്ലാം ഉണ്ടാവോ ചിലപ്പോൾ ഒരു ബോക്സിൽ രണ്ടും ഉണ്ടാവും ചിലപ്പോൾ ഒരു ബോക്സിൽ ഒറ്റ ഉണ്ടായിരിക്കാം അത് പറയാൻ പറ്റില്ല അതിനാണ് റാൻഡം ഡിസൈൻ എന്ന് പറയുന്നത് റാൻഡം ഡിസൈൻ ഒരിക്കലും വെക്കുന്നവര് ശ്രദ്ധിച്ചിട്ടെടുക്കാം പിന്നെ എനിക്ക് വേറെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇത് എല്ലാം മനുഷ്യ നിർമ്മിതമാണ് ഈ ബോക്സ് പാക്കിംഗ് എല്ലാം അപ്പൊ ശരിക്കും പറഞ്ഞാൽ വെക്കുന്നവരാണ് ഈ ബാച്ച് നമ്പർ മാറിനോ കളർ ആരോ മാർക്ക് അത് ശ്രദ്ധിക്കാം പിന്നെ രണ്ടാമത് പറഞ്ഞാൽ ഈ ബാച്ച് നമ്പർ മാറി ഈ ചില കസ്റ്റമർ എന്ത് പറയാ വെച്ച് കഴിഞ്ഞ ശേഷം ബാച്ച് നമ്പർ മാറിയതാ പറയാ വെച്ച് എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാം അപ്പൊ അത് എടുക്കുന്ന പണിക്കാർ നോക്കിയിട്ട് പറയണം ഇതാ ഇത് ബാച്ച് നമ്പർ ഇത് ഇതന്നെ ഇപ്പം പെട്ടെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല അപ്പൊ അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതേ സാധനം കൊടുക്കാൻ പറ്റും നമ്പർ മാറ്റിയിട്ടൊന്ന് കൊടുക്കാൻ പറ്റും ഇനി ചില ആൾക്കാർ എനിക്ക് ഇത് വേണ്ട ഇതന്നെ വേണം വിചാരിച്ചാൽ പറ്റും കാരണം ബോക്സ് പൊളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെന്റ് ആക്കിയിട്ട് കൊടുക്കാം പക്ഷെ വെച്ച് കഴിഞ്ഞിട്ട് പറയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഒരു കമ്പനി ആയാലും ഒരു ഷോപ്പ് ആയാലും വെച്ച് കഴിഞ്ഞാൽ ഗ്യാരണ്ടി തരൂല ഇതിപ്പോ ടൈലിൽ തന്നെ ആരോ മാർക്ക് ഉണ്ട് ബാക്കിൽ ആരോ മാർക്ക് ഉണ്ട് അത് ഈ ആരോ മാർക്ക് മാച്ചായി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ലെവലിൽ പോകില്ല ഇതിലേക്ക് വരുമ്പോൾ ഇത് ഒരു സാറ്റിൻ ഫിനിഷ് ആണ് കാർവിംഗ് ആണ് ഒരു സെമി മാറ്റ് അപ്പൊ ഇതിലേക്ക് വരുന്ന 48 രൂപ 48 കാർവിംഗ് ആണ് അത് വീഡിയോയിൽ മനസ്സിലാവില്ല കാർവിംഗ് മനസ്സിലായി ഇബ്രാഹിം ഫോക്കസ് ചെയ്യാം നമ്മളെ ഒരു മാക്രോയിൽ എടുക്കാറുണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ഗ്ലൂവിന്റെ ഇത് മനസ്സിലായി ആ ഒരു ഇതുണ്ട് പ്രത്യേകിച്ച് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് മനസ്സിലാവുന്നത് പിന്നെ ഇത് വരുമ്പോ ഇത് നമ്മളെ പിന്നെ 45 രൂപ ഇത് കാർവിംഗ് അല്ല നോർമലി സാറ്റിൻ മാറ്റ് ആണ് ഇതൊക്കെ കാർവിംഗ് ആണ് 48 ഇതെല്ലാം സാറ്റിൻ തന്നെ ഫിനിഷ് വരും കാർവിംഗിന്റെ ആ ഒരു ഇതുണ്ട് ഇതും അങ്ങനെ തന്നെ റാൻഡം ഇത് ഏകദേശം മാച്ച് ആണ് ഡിസൈൻ അത് സെയിം ആണ് അത് സെയിം ഇത് വരുമ്പോ മാച്ച് പറഞ്ഞ പോലെ ഡിസൈൻ ചെറിയ റാൻഡം ആയിട്ട് വരുമ്പോ ഈ കളറിലൊന്നും മാറ്റം ഉണ്ടാവില്ല ഇത് ചിലപ്പോ യോജിക്കും പക്ഷേ ഡിസൈനിൽ വ്യത്യാസം ഇവിടെ ചെറിയ ഡിസൈൻ കുറച്ച് കുറഞ്ഞ ഡിസൈൻ ആയിട്ട് ഒന്ന് വെക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും അല്ലേ ഇത് വരുമ്പോൾ നമ്മളെ വുഡൻ ഫിനിഷ് 45 43 ആ റേഞ്ച് ഇത് 45 ഇത് വരുമ്പോ നമ്മുടെ കാർവിംഗ് 48 കാർവിംഗ് ആണ് കാർവിംഗിലേക്ക് പോകുമ്പോഴാണ് കുറച്ച് റേറ്റ് കൂടുന്നത് ഇത് വരുമ്പോൾ ഫുൾ മാറ്റ് ഇത് മാറ്റ് സാധാരണ മാറ്റ് 45 അല്ലേ ഓക്കെ ഇത് വുഡൻ ഫിനിഷ് കാർവിംഗ് ഫിനിഷിംഗ് കാർവിംഗ് ഇത് 48 വരും അപ്പൊ ഇത് ഒരു സെമി മാറ്റ് എന്ന് പറയാം സെമി മാറ്റ് ആണ് പക്ഷെ ഒളിച്ചില്ല ഇത് മാറ്റാണ് ഇവിടെ ഈ ഒരു പോർഷൻ ഇങ്ങനെ ഇത് അങ്ങനെ തന്നെ റാൻഡം ഡിസൈൻ 48 ഇത് 48 ഇതാണ് കാർവിംഗ് ആണല്ലോ കാർവിംഗ് വരുന്നത് ഇത് അത് കാർവിംഗ് ആണ് അതെ കാർവിംഗ് ഒക്കെ വരുന്നത് 48 45 തിക്നെസ് സെയിം തിക്നെസ് സെയിം നമ്മളിപ്പോ 2 രൂപ 3 രൂപ ഡിഫറൻറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റിയിലോ തിക്നെസ്സിലോ ഒരു ഗ്യാരണ്ടിയിലോ ഒരു മാറ്റമില്ല അത് എന്തുകൊണ്ടാണ് ഈ 45 എന്ന് പറയുന്നത് ചില കമ്പനിയിൽ 2 രൂപ കുറച്ച് ഞാൻ 2 രൂപ കുറച്ച് കൊടുക്കുന്നത് അത്രേ ഉള്ളൂ ഇതൊക്കെ വരുന്നത് 48 45 റേഞ്ച് ഇത് വരുമ്പോ ഇത് ഫുൾ മാറ്റ് തന്നെ പറയാം കാർവിംഗ് ഉണ്ട് കാർവിംഗ് ആണ് ഇതേപോലെ 45 റേഞ്ചിലാണ് ഇതൊക്കെ നല്ല മഴ അപ്പൊ ഇത് ഫുൾ ബോഡിയിലേക്ക് വന്നു നമ്മളെ
ക്ലാഡിംഗ് ടൈപ്പ് ഗ്ലാഡിംഗ് ടൈപ്പ് അല്ല, ഇത് ശരിക്കും നമ്മളെ ഫുൾ ബോഡി. ഇതിനെ കൊണ്ട് നമുക്ക് ഗ്ലാഡിംഗ് ചെയ്യാൻ പറ്റും. പക്ഷെ ഹെവി കോസ്റ്റ് വരും അല്ലെ? ഹെവി കോസ്റ്റ് വരും. ഇതിന്റെ റഫ് ഉണ്ടല്ലേ നിങ്ങൾ? ഇത് വിട്രിഫൈഡ് 100% വിട്രിഫൈഡ് ആണ്. ഒയാസിസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇതിൽ വരുമ്പോൾ പ്രൈസ് എങ്ങനെ വരുന്നപ്പോ? ഇതില് നമുക്ക് മാക്സിമം വന്നാൽ 90 വരെ, 90 വരെ ഫുൾ ബോഡി. അതായത് ഇപ്പൊ ശരിക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം? ഫ്ലോറിൽ മെയിൻ അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ബാത്റൂമിന്റെ ഫ്ലോർ. പിന്നെ നമ്മളെ സിറ്റ് ഔട്ടിന്റെ ഈ ഗ്രാനൈറ്റിന് പകരം ബോർഡർ വെക്കുന്നുണ്ട്. അതിന്റെ സ്റ്റെപ്പ്, പിന്നെ സ്റ്റെയർ, നമ്മളെ കാരണം ഫുൾ മോൾഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഒരു സ്ട്രൈറ്റ് ലൈൻ ഒരു പാറ്റേണിലാ പോകുന്നെങ്കിൽ ഇത് നമ്മളെ ഒരു മൊസൈക്ക് ടൈപ്പ്. നല്ല ഗ്രിപ്പാണ്, നല്ല ഗ്രിപ്പാണ്. ഇതിപ്പോ ഫ്രണ്ടിലെ സ്റ്റെപ്പിനും ഫുൾ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈ ട്രാഫിക് ഉള്ള സ്ഥലത്ത് എങ്ങനെ എന്തായി കഴിഞ്ഞാലും അതിന്റെ ലാസ്റ്റ് എൻഡിന് വരെ എത്തിക്കഴിഞ്ഞാലും ആ ഒരു ഡിസൈൻ കിട്ടും. അത് മോൾഡ് ചെയ്താലും മുകളിൽ എന്താണോ ഉള്ളത് അത് തന്നെ കിട്ടും. ഒരു സ്റ്റോൺ ശരിക്കും സ്റ്റോൺ തന്നെ, ഒറിജിനൽ സ്റ്റോൺ റോക്ക് ഫിനിഷ്. ഇതെങ്ങനെ വരുന്നത്? സെയിം പറഞ്ഞ 80 മുതൽ 90 വരെ. 80 വരുന്നത് നമ്മളെ പ്ലെയിൻ ഡിസൈൻ ആണ്. ഇതിപ്പോ വരുമ്പോ 90 അഡ്ജസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാലുള്ള എന്തെങ്കിലും നോക്കിയിട്ട് ചെയ്ത് കൊടുക്കും. ഇതൊന്നും കൂടുതൽ സ്ക്വയർ ഫീറ്റ് പോകില്ല. കുറച്ച് കൊടുക്കാന്ന് പറയുമ്പോ നമുക്ക് 1 രൂപ 100 കിട്ടുമ്പോ 100 രൂപ കിട്ടും. ബാത്റൂം എന്ന് പറയുമ്പോൾ 200 സ്ക്വയർ ഫീറ്റിലും കൊടുക്കുമ്പോൾ ഒരു ബാത്റൂം സ്ക്വയർ ഫീറ്റ് 40 സ്ക്വയർ ഫീറ്റ് അത്രേ ഉണ്ടാവും. ടോട്ടൽ വാളടക്കം 200 സ്ക്വയർ ഫീറ്റ് അത്രേ ഉണ്ടാവും. അതെ. പിന്നെ നമുക്ക് ഫുൾ ബോഡി പ്ലെയിൻ കളർ, ഇതും അധികം ഓഫീസ് അങ്ങനെയുള്ള കൊമേഴ്സ്യൽ ആവശ്യത്തിനൊക്കെ പ്ലെയിൻ ഡിസൈൻ ആയിട്ടുള്ളത് ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ ട്രാഫിക് ഉള്ള സ്ഥലത്ത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അതായത് 9 തിക്നെസ് ഫുൾ ബോഡി. ഇതിൽ വരുമ്പോ 2 കളറ്, 3 കളറ്, 4 കളർ കളേഴ്സ് ഉണ്ട്. ഡിസ്പ്ലേ ചെയ്യാനുണ്ടാവും. ഡിസ്പ്ലേ എന്ന് വെച്ചാല് എന്റെ ഏത് സാധനം ഒരു 70% ഡിസ്പ്ലേ ഇതിന്റെ തന്നെ ഒരു 30% വേറെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഗോഡൌണിൽ കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് ആവുന്നില്ല. ഒരു ഫോട്ടോ അയച്ചു തന്നിട്ട് ഇത് ഈ മോഡൽ 4.2 150 ഡിസൈൻ ഉണ്ട്. 150 ഡിസൈൻ 4.2 പ്ലെയിൻ. 4.2 മൊത്തത്തിൽ ടോട്ടൽ ഡിസൈൻ 150ഓളം ഡിസൈൻ ഉണ്ട്. പ്ലെയിൻ കളർ കൂടാണ്ടാണ്. പ്ലെയിൻ കളർ ഡിസ്പ്ലേ എത്രയുണ്ട്? ഡിസ്പ്ലേ മാത്രം ഡിസ്പ്ലേ ഒരു 100 മേലുണ്ടോ സ്ക്വയർ ഫീറ്റ്? ഡിസ്പ്ലേന്റെ സ്ക്വയർ ഫീറ്റ് എത്ര? ഇത് നമ്മളെ ഏരിയ 6500 സ്ക്വയർ ഫീറ്റ്. ഏരിയ അല്ല, ഫ്ലോർ അല്ല, നമുക്ക് ഈ വാൾ ഏരിയ. വാൾ ഏരിയ ഞാൻ അങ്ങനെ കൂട്ടി ഏകദേശം എനിക്ക് തോന്നുന്നു അത് തന്നെ ഉണ്ട്. ഒരു 10-20 അടി ഉണ്ടാവില്ല. 20 പോരാ. 20 പോരാ. 2 3 6 7 8 9 10 11 12 13 14 15 80 അടി ഉണ്ട്. 80 അടി ഉണ്ട് നീളം. 80 അടി നീളം. അതുപോലെ തന്നെ 4 6 8 അടി ഹൈറ്റ്. 8 64 ഏകദേശം 640 ഒരേ ഏരിയ. അതിന്റെ അപ്പുറത്ത് 650 അങ്ങനത്തെ 5 10 6400. അതന്നെ. അതിനുശേഷം 7000 സ്ക്വയർ ഫീറ്റ് വാളില് മാത്രമല്ല. പിന്നെ നമ്മൾ വരുന്ന പ്ലെയിൻ കളർ മോക്കപ്പ് ചെയ്താൽ ഇത് ഫുൾ ബോഡിയാണ്. ഇത് ഫുൾ ബോഡി ഗ്ലോസി ഉണ്ട്, മാറ്റ് ഉണ്ട്. ഫുൾ ബോഡി ചില ആൾക്കാർ ഫുൾ ബോഡിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഫുൾ ബോഡി ഹൈ ട്രാഫിക്കിൽ ചെയ്യാൻ പറ്റും. ഇത് 80 85 90 ഒരു 3 റേഞ്ചാ വരിക. ഹൈ പിന്നെ റഫ് വരുമ്പോ കുറച്ച് റേറ്റ് കൂടും. 90ലേക്ക് വരും. 90ലേക്ക് ഇതിൽ വരുന്ന 80 രൂപ അല്ലെ? അതായത് ഇതിപ്പോ ഫ്ലോറിൽ മാറ്റ് ഫ്ലോറിലായിട്ട് സാധാരണ നോർമലി ഉപയോഗിക്കാം. സാധാരണ മാറ്റിനെ അപേക്ഷിച്ച് ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ മാറ്റ് ചില ടൈലൊക്കെ കളറ് പോളിഷിന്റെ ടീമിന്റെ ഒക്കെ ചെയ്തിട്ടൊക്കെ പിടിച്ചിട്ട് കാണാം, ഇരുമ്പൊക്കെ പിടിച്ചിട്ട് കാണാം. അത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുമ്പോ ഇതാ പ്രശ്നം. അതന്നെ ഇപ്പൊ കെമിക്കൽ എല്ലാം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ കളർ ഫേഡ് ആവുന്നു പറയാൻ പറ്റില്ല. കമ്പനി അന്നേരം പറയും കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് പറയും. അപ്പൊ ഇതാകുമ്പോ ആവശ്യം വരില്ല. ഗ്ലോസി ആകുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നം, തുരുമ്പിന്റെ പ്രശ്നം ഇതൊന്നും പിടിക്കൂല. പക്ഷെ എത്രത്തോളം തേയ്മാനം സംഭവിച്ചാലും അതേ സെയിം കളർ ആയിരിക്കും. അത് മാത്രല്ല നമ്മളിപ്പോ തൊട്ട് കഴിഞ്ഞാല് ഈ ഒരു മാർക്ക് ഇവിടെ ഫിംഗർ മാർക്കൊക്കെ കാണാം. ക്ലീൻ ചെയ്തുകൊണ്ടേക്കണം. മാറ്റാകുമ്പോ അത് കുറച്ച് പറയും. പക്ഷെ ശ്രദ്ധിക്കണം, വെക്കാനും അറിയുന്ന ആളായിരിക്കും. അറിയുന്ന ആളെന്നല്ല, മാറ്റ് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ക്ലീൻ ചെയ്യാൻ നമ്മളിപ്പോ ഒരു ചായ എല്ലാം മറിഞ്ഞിട്ട് രാവിലെ പിറ്റേ ദിവസം ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയല്ല, നമ്മൾ പൊതുവേ നോക്കുമ്പോൾ ക്ലീൻ ചെയ്തേ നിൽക്കണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ചവിട്ടിയ മാർക്ക്, ചെരുപ്പിന്റെ മാർക്കൊക്കെ കാണൂല. സംഭവയുടെ മാർക്ക് ഇല്ലാന്നോ ചളി ഇല്ലാന്നോ അല്ല, കാണൂല. ഇതിന്റെ തന്നെ ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് ഉണ്ടാ. കൂടി ഉണ്ടെങ്കിൽ നല്ല ഫുൾ ബോഡിയിൽ വെയിറ്റിൽ അങ്ങനെ കുറവാണ്. മിക്സ് ആക്കി വെക്കണം.
പിന്നെ ഇവിടുത്തെ കളറാണ് ഇബ്രാഹിം. കളർ ഞാൻ പറഞ്ഞില്ലേ, ഈ പ്ലെയിൻ കളറിൽ നമ്മളിപ്പം നടന്ന കാല് വരച്ചെടുക്കും ഏകദേശം 50 മേലെ കളർ മാത്രം ഉണ്ട്. കളർ മാത്രം. കളറിന്റെ പ്രത്യേകത സെയിം ഡിസൈൻ തന്നെ മാറ്റും ഗ്ലോസിയും. ഇതിപ്പം ഗ്ലോസിയാണ്, ഇതിപ്പം കളറാ. ഇതിന്റെ മാറ്റ്. ഇതിപ്പോ നമുക്കൊരു എന്താ പറയണ്ട, ഒരു മൊസൈക്ക് ടൈപ്പ് ചിപ്സ്, എന്താ അതിന് പറയാ, ചെറിയൊരു ഇതാണല്ലേ നമുക്കിതെന്ന് പറയാം, മറ്റേ കോഡ്സ് ടൈപ്പ്, ചെറിയ കോഡ്സിന്റെ പീസ് ഇട്ട പോലെ. അതിന്റെ പല കളറും, അതിപ്പോ അതിന്റെ പ്ലെയിനും ഉണ്ട്. അതല്ലേ, ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ, ചെറിയൊരു വ്യത്യാസം. ചെറിയത് അത് എത്രത്തോളം മനസ്സിലാവുന്ന പറയാൻ പറ്റില്ല. എന്തായാലും ആ ഒരു പാറ്റേൺ മാറി. ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യൂല, രണ്ട് സമയത്താണ്. അപ്പൊ അതിന്റെ മാത്രമായിരിക്കൂല, അത് ആ ഒരു ഗ്ലോസിനെസ് വരുമ്പോൾ നമുക്ക് വ്യത്യാസം വരും. ഇപ്പൊ ബ്ലാക്കിലുള്ള ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും, റിഫ്ലക്ട് ഇല്ല, ചെയ്യൂല. അതുകൊണ്ടുള്ള വ്യത്യാസം. അതെ 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 അതെ. ഇതിപ്പോ വൈറ്റ് അല്ലെ, ഇത് നമ്മളെ പ്ലെയിൻ വൈറ്റ്. ഇത് ഗ്ലോസി തന്നെയല്ലേ, ഗ്ലോസി. ഇത് വരുമ്പോ പ്രൈസ് എങ്ങനെയാ വരുന്നത്? ഈ നമ്മളെ പ്ലെയിൻ കളർ വരുന്നത് നമ്മള് 43 രൂപ. എല്ലാം ഈ പാളിലുള്ള ഫുൾ പാളിൽ വരുന്ന വൈറ്റ് അല്ല കേട്ടോ. വൈറ്റ് എത്ര? വൈറ്റ് നമ്മളെ 38. വൈറ്റിന് 38 ഉള്ളൂ. 37 ഞാൻ കൊടുക്കുന്നുണ്ട്. 37 കൊടുക്കും വൈറ്റ് ആകുമ്പോ. ശരി. അപ്പൊ വൈറ്റ് എടുക്കുന്ന നല്ലത്. അല്ല, അത് വൈറ്റ് ആകുമ്പോൾ കുറച്ചല്ലേ ഈ കളർ ഡാർക്ക് ആകുന്നതിനനുസരിച്ചിട്ട് പിന്നെ മഷീനിലുള്ള വ്യത്യാസം വരുന്നുണ്ട്, വ്യത്യാസം വരുന്നുണ്ട്. 37, ഇതുവരെ 43. ഇതിൽ ഞാൻ എന്തൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ചെറിയ അങ്ങോട്ടും ചെയ്ത് കൊടുക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് കളർ നിങ്ങൾ ഇന്നിട്ടത് എത്ര കാലം വരെ ടൈലുണ്ടോ അത്രയും കാലം ഉണ്ട്. അത്രയും കാലം അതിനൊരു നിരയോ അല്ലെങ്കിൽ ഒരു കളർ ഫെയ്ഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത്രയും ഉറപ്പുള്ള കളറാണ് വാറന്റി. അതിന്റെ പ്രത്യേകത. മറിച്ച് മാർക്കറ്റിൽ ഇപ്പൊ നമുക്കിപ്പോ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ 5 രൂപ 8 രൂപ കുറഞ്ഞ, പക്ഷെ അവർ ഒരു ഗ്യാരണ്ടി കമ്പനിക്ക് തരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ സോപ്പിന്റെ വെള്ളം ഇതെല്ലാം ഉപയോഗിച്ച് ലാസ്റ്റ് ഒരു നേരെ വരും. അതെ അതെ അതെ. നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ സോപ്പ് ഉപയോഗിക്കുമ്പോൾ ക്ലീനിങ് കെമിക്കലിന് അന്നൊരു നേരെ വരും. ശരിക്കും പറ, ഇതുവരെ ഇപ്പൊ ഞാൻ 3 വർഷമായി വിൽക്കുന്നു. അതല്ലേ, ഒരേ കമ്പനിയാണ്, ഒരേ കളർ കമ്പനി. അത് വെറ്റിക്കാനാ? അല്ലല്ല, ഇത് ഞാൻ നോവ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ 3-4 കമ്പനിയുണ്ട്. മുസില്ല എന്ന് പറഞ്ഞതിൽ വരുന്നുണ്ട്, നോവ എന്ന് വരുന്നുണ്ട്, പിന്നെ അതേപോലെ ഈ ഗ്രാവിറ്റിയിൽ വരുന്നുണ്ട്. ഞാൻ ഒരുപാട് കമ്പനികളെല്ലാം ചെയ്യുന്നുണ്ട്, മിക്സ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ വരുമ്പോ അത് തന്നെ, ഇത് 43 എല്ലാം വിട്രിഫൈഡ്. കാണുന്നെല്ലാം 43 റേഞ്ച്. ഇതെല്ലാം 43. അപ്പൊ നമ്മൾ ഏകദേശം നിങ്ങളൊന്ന് ഒരുപാട് സമയത്തേക്ക് ഡിസൈൻ മാത്രമേ, കളർ മാത്രമേ ഇതിലേക്ക് വരുമ്പോ ഈ മാറ്റിൽ നിങ്ങൾ പറഞ്ഞ ആ ഒരു ചെറിയ ഡിഫറെന്റ് ആണ്. അത് റിഫ്ലക്ഷന്റെ പ്രശ്നം മാത്രമാണ്, കാരണം സെയിം തന്നെ, കളർ സെയിം ആണ്. ഇപ്പൊ ഇതിന്റെ മുകളിലല്ലേ ഒരു ഫിലിം എന്തെങ്കിലും വെച്ച്, ഗ്ലാസ് ഫിലിം പോലെ വെച്ച് കഴിഞ്ഞാൽ സെയിം കളറായിട്ട് ഫീൽ ചെയ്യും. ബാത്റൂമിലാകുമ്പോൾ ഫീൽ ചെയ്യും. ബാത്റൂമിന്റെ ഉള്ളിൽ ഇടുങ്ങിയ സ്ഥലമില്ലേ, ഇതിലേക്ക് ബ്ലൂയിലേക്ക് വരുന്നത് നേവി ഇതിൽ ബ്ലാക്ക്. ഇതാ നിങ്ങൾ നേരത്തെ ചോദിച്ചിട്ട് ഈ കളർ നിങ്ങൾ ബാത്റൂമിൽ വെച്ച ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമ്മൊക്കെ ഇത് ബാത്റൂമിൽ അതിലാ ചെയ്തത്. പിന്നെ ഇത് ഒരു ഗ്രീൻ, ഒരു എന്താ പറയണ്ട, ഒരു വെറൈറ്റി ഒരു ഗ്രീൻ. എന്നെ പേരറിയില്ല, കാരണം അത്രയും കളേഴ്സ് ഉണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഹണി ഡ്യൂ ഗ്ലോസി ഒരു പേര് പറയാം. സാൻഡി ഡോവ് ഗ്ലോസി, അതിന്റെ മാറ്റ്. എല്ലാത്തിന്റെയും കളറ് മാറ്റും ഇതും ഉണ്ട് അല്ലെ. ഇത് 50 ഡിസ്പ്ലേ വെച്ചിട്ടില്ല. 50 വെച്ചിട്ടില്ല. അങ്ങനെ 50 വെച്ചാൽ എനിക്ക് ഈ ഏരിയ കംപ്ലീറ്റ് ഡിസ്പ്ലേന് മാത്രമേ ചെയ്യേണ്ടി വരും. ഇപ്പുറത്തേക്ക് പോവാം നമുക്ക്. നിങ്ങൾക്ക് ഏതായാലും ഒന്ന് ഇവിടെ വന്നിട്ട് തന്നെ കളറായിട്ട് പകുതിയായിട്ടു, ബാക്കി ഇപ്പുറം കിടക്കുന്നുണ്ട്, കുറച്ചുകൂടി ഉണ്ടല്ലോ. ശരിയോ, അങ്ങനെ പറ. ഈ ഏരിയ കംപ്ലീറ്റ് കളർ തന്നെയാണ്. ഇതില് വരുമ്പോ ഇതൊക്കെ ഒരു ഡാർക്ക്, കുറച്ച് ഡാർക്ക് ഷെയ്ഡ്, അതിന്റെ തന്നെ മാറ്റ്. അതന്നെ സെയിം മാറ്റ്. ഇതും കുറച്ച് ലൈറ്റ് ഷെയ്ഡ്, അതിന്റെ തന്നെ മാറ്റ്. ഓക്കെ, അത് ഇപ്പം ആർക്കിടെക്ടിനായാലും പല കളറും പല ഡിസൈൻ ചെയ്യാം. പല കളറിലും അത്യാവശ്യം നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് അല്ലേ, അതിന്റെ തന്നെ മാറ്റ്. അതിന്റെ തന്നെ ഗ്രേ ഷെയ്ഡും അതിന്റെ മാറ്റ്. അതിന്റെ തന്നെ നല്ല ബ്ലൂ, ഡാർക്ക് ബ്ലൂ. പോവാ കളറിന്റെ ഒന്ന് കഴിയട്ടെ. പിന്നെ നേരത്തെ നിങ്ങള് എന്നോട് ചോദിച്ചിട്ടില്ല, ഒന്നും കൂടി 43. പിന്നെ നേരത്തെ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. എന്റെ അടുത്ത് ഇവിടെ 42 33 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതിൽ ഒരു ഇതല്ല, ഇത് 33 രൂപ. 33 ഗ്ലോസിയാണ്, 100% വിട്രിഫൈഡ് ആണ്, 100% പ്രീമിയം ക്വാളിറ്റി. 9mm ഇപ്പം വരുന്ന 42 ഏതിലും വരുന്നില്ല അഭിപ്രായം. ഇല്ല, 8.4 8.6 9mm നിങ്ങളിപ്പോ എന്നോട് ചോദിച്ചിട്ട് ആ മെഷീൻ വന്നിട്ട് അളക്കാൻ നിന്നാ പിന്നെ ഞാൻ തോറ്റു.
പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് 8.4 8.5 4 എന്ന് പറഞ്ഞാൽ അതിന് തന്നെ പറയാം. നമ്മളിപ്പോ 6.4 എന്ന് പറയുന്ന സൈസ് 6.4 ഇല്ലല്ലോ. ഇല്ല. ശരിക്കും ഇപ്പോ പിന്നെ നമ്മൾ 8.4 എന്ന് പറഞ്ഞാല് 7mm മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. സ്ക്വയർ ഫീറ്റും എല്ലാം അങ്ങനെ വരുന്നു. 7mm മുതൽ 4x2 സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ വേറെ ഈ ഒരു ഡിസൈൻ കണ്ട, ഇത് നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്തോ. ഇത് എന്റെ അടുത്ത് ഇപ്പൊ ഒരു 10,000-15,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇത് ഞാനിപ്പോ ഇന്ന് നിങ്ങളെ വീഡിയോന്റെ ഒരു സ്പെഷ്യൽ 43 ഉറുപ്പിന്റെ സാധനമാണ്. ഇന്ന് ഞാൻ ഇത് സാധനം സ്റ്റോക്ക് തീരുന്നത് വരെയാണ്. ഞാനോട് ചോദിച്ചതിന് വരുമ്പോ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? ഈ ഒരു ഡിസൈൻ ഞാൻ 33 കൊടുക്കും. ഈ വീഡിയോ കണ്ടു വരുന്ന സാധാരണ ഇത്ര ആൾ കൊടുത്താൽ 43 കൊടുത്തത് ഇപ്പൊ ഞാൻ ഏകദേശം എന്റെ അടുത്ത് ഒരു 10,000-12,000 സ്ക്വയർ ഫീറ്റ് തീരുന്നത് വരെ ഉള്ളൂ. 4.2 ഇത് വേണം നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് 33 കൊടുക്കാൻ പറ്റിയ ഡിസൈൻ. ഈ ഒരു ഡിസൈൻ ആണല്ലോ, നല്ല ഡിസൈൻ. കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ കണ്ടിന്യൂ ചെയ്യും. 43 റേറ്റ് അന്നേരം 43. ഇന്നിപ്പോ നിങ്ങൾ ഈ വീഡിയോ വരുന്ന ചിലപ്പോ ഒരു 3-4 ദിവസം മാക്സിമം വന്നിട്ടുണ്ടാവും. പക്ഷെ ഇത് ഉണ്ട്, അതുണ്ട്. പിന്നെ ബാക്കി ഞാൻ അപ്പുറത്തേക്ക് എത്താം. ഈ ഒരു ഡിസൈൻ മാത്രമാണ് പറഞ്ഞത്. 43ന്റെ സാധനം ഇന്ന് നിങ്ങളെ വീഡിയോന്റെ സ്പെഷ്യൽ ആയിട്ട് 33 ഞാൻ കൊടുക്കാൻ പറ്റും. ഇത് വരുന്ന സമയത്തേക്ക് ഒരു ഗോൾഡല്ല, ഇത് നമ്മളെ ഇത് മാറ്റാണ്. കാർവിംഗ് മാറ്റ് ഗോൾഡൻ സീരീസ് ഉള്ള 48 റേഞ്ച് വരുന്നതാണ്. 48. പിന്നെ ബാക്കി ഇതൊക്കെ നമ്മളെ 38 ആ റേഞ്ച് വരുന്ന സാധനം. ഈ ഒരു ഡിസൈനിൽ ഒരു 38. ഇത് അത് 38. ഇത് പറഞ്ഞ ഇതിൽ പറഞ്ഞ ഇബ്രാഹിം ഈ ഒരു ഐറ്റത്തിൽ തന്നെ എന്റെ അടുത്ത് ഇപ്പൊ വേർതിരിച്ച് പറയുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. 38, 35 നോർമലി 4.2 വിട്രിഫൈഡ് പ്രീമിയം ക്വാളിറ്റി. പിന്നെ ഉള്ളത് കുറഞ്ഞാണ് ഈ 33. ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ഹാളിൽ മാത്രം വലുതിടണം, അത്യാവശ്യം ബെഡ്റൂം വരുന്ന സ്ഥലത്ത് ചെറുതിടണം താല്പര്യം ഉണ്ടാവും. 6.4 ഹാളിലേക്ക് 6.4 ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ 4.2 അത്യാവശ്യം ആ ഡിസൈനും എന്റെ അടുത്തുണ്ട്. അത് ഏതെല്ലാം ഇപ്പൊ പ്രത്യേകിച്ച് പറഞ്ഞു തരാൻ പറ്റില്ല. വെച്ചാല് നമുക്ക് 6.4ലേക്ക് പോകുമ്പോൾ തിരിയും. അതിന് കണക്കായ 4x4 എത്ര പൈസ വരുന്നുണ്ട്? 6.4 ഞാനിപ്പോ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ വിറ്റത് 59 അത് ഇപ്പൊ എത്തി 54 വരെ. 54. അപ്പൊ 4.2 വരുന്ന സമയത്തേക്ക് ശരിക്കും 43 അല്ല ഇപ്പൊ പറഞ്ഞത്? 43, 33. 43. ഈ 43 അപ്പൊ നമുക്ക് ശരിക്കും നല്ല കോസ്റ്റ് കട്ട് ചെയ്യാം. കട്ടിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഹാള് ഇരിക്കുമ്പോ വലുതെടുക്കും, ബാക്കി ബെഡ്റൂമിലേക്ക് ഇനിയിപ്പോ 4.2 എടുത്ത് 6.4 എടുത്താലും കട്ട് ചെയ്തിട്ട് വെക്കേണ്ടി വരും. 6.4 എടുത്താലും കട്ട് ചെയ്ത് വെക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഇപ്പം പിന്നെ ഇതൊക്കെ നമ്മളെ ബാത്റൂമിന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഡിസൈനാണ്. മോക്കപ്പ് ചെയ്തിട്ട് വെക്കുമ്പോ ഹൈലൈറ്റ് ഉണ്ട്. നമ്മൾ ക്ലോസറ്റ് വരുന്ന ഒരുപാട് അത് വരുമ്പോ 38, 50, 40 മാക്സിമം വന്നാൽ എന്റെ അടുത്ത് ഈ 4.2 43 വരെ പോവാം. മറ്റേ അവര് ഇത് ക്ലാഡിംഗ് വരുന്ന 48 വരും. കാർവിംഗ് വരുന്ന 48. ബാക്കിയെല്ലാം പ്ലെയിൻ എല്ലാം വരുന്ന 43. പിന്നെ പ്ലെയിൻ അല്ലാതെ 38, 35 വരെ. ഈ ഒരു ഡിസൈൻ ഉണ്ട് നല്ല മാർബിളിന്റെ. ഇത് 33. 50,000 സ്ക്വയർ ഫീറ്റ് ഇപ്പൊ എന്റെ സ്റ്റോക്ക് ഉണ്ടല്ലേ? വെറുതെ ഒരു 5,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് 33 പറഞ്ഞിട്ട് കൊടുക്കുന്നതല്ലാട്ടാ. ഈ ഇപ്പൊ നിലവില് ഒരു 50,000 ഇനി ഉണ്ടാവും. 50,000 എല്ലാം കൊണ്ടുവന്നത് ഒരുപാട് ഉണ്ടായിരുന്നു. തീർന്ന് 50,000-ലേക്ക്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സ്പീഡാക്കാം. ഈ ഒരു ഡിസൈനും 33. ഇത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് എടുത്തോ. ഇതും ഒരു 50,000 സ്ക്വയർ ഫീറ്റ് ഇപ്പൊ നിലവിലുണ്ട്. മറ്റാദ്യം പറഞ്ഞത് 10,000 12,000 ഉണ്ടാവും. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതും കഴിഞ്ഞാൽ കഴിഞ്ഞു. കാരണം വെച്ചാൽ ഞാൻ ഇത് ബൾക്ക് 1,00,000 സ്ക്വയർ ഫീറ്റ് ഒന്നിച്ചെടുത്തതാണ്. ഇത് 1,00,000 അത് 1,00,000 1,00,000 ആയിട്ട് എടുത്തതാണ്. അത് കഴിഞ്ഞത് വരെ കൊടുക്കാൻ പറ്റും. കാരണം അവര് മാർക്കറ്റിംഗ് അവർ കണ്ടിന്യൂ ചെയ്യുമ്പോൾ 43 ചെയ്യാൻ പറ്റും. ഇത് ഇനിയിപ്പോ കണ്ടിന്യൂ ചെയ്യുമ്പോൾ 38, 50 ചെയ്യാൻ പറ്റും. നമുക്ക് സാധനം കണ്ടിന്യൂ കിട്ടാണ്ടോ അല്ലെങ്കിൽ കളർ കിട്ടാണ്ടോ ഇല്ല. പക്ഷെ അന്നേരം റേറ്റ് 38ലേക്കോ 35ലേക്കോ പോകും. ക്വാണ്ടിറ്റി എടുക്കും. അത് നമുക്ക് ഒരു ബൾക്ക് അവര് പറയും ഇത്ര സ്ക്വയർ ഫീറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ പാക്കേജ് പോലെ അവർ തരുമ്പോൾ നമ്മളത് അങ്ങനെ എടുക്കുന്നത്. ഈ കാണുന്നതിലൊക്കെ ഇതെല്ലാം 38, 35 റേഞ്ച് രണ്ടും മിക്സ് ആയിട്ടുണ്ട്. എനിക്കിപ്പോ ഓരോന്നോരോന്ന് പറഞ്ഞുതരാൻ 38 ഉണ്ട്, 35 ഓരോന്നിന്റെ ചോദിക്കുന്നതാണെങ്കിൽ എനിക്കും കുറച്ച് ടൈം ഒരുപാട് വ്യത്യാസം 3 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അത് ഇത് 33 പറഞ്ഞത്. ഇത് വരുമ്പോ 38, 35ലേക്ക് വരും. 38ലേക്ക് വരും. 38, 35 അതിന് അതിപ്പോ എനിക്ക് കറക്റ്റ് സ്റ്റാഫിനോട് ചോദിച്ചാലേ കറക്റ്റ് അറിയാൻ പറ്റും. ഓക്കെ 38, 35 എന്തായാലും 38ന്റെ മുകളിലില്ല. 38ന്റെ മുകളിലേക്ക് എന്തായാലും റേറ്റ് ഇല്ല. ആ 38 എന്നുള്ളത് 43 കളർ. ഇത് വേറൊരു കളറാണ്. അവിടെ സ്പേസ് ഇല്ലാതുകൊണ്ട് അത്യാവശ്യം ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 4.2ന്റെ സെക്ഷൻ കഴിഞ്ഞു. 4.2 കണ്ടിട്ടുണ്ടാവുക
ചെറിയ ഫോട്ടോ ആയിരിക്കും. നമുക്കത് ഫുള്ള് ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇവിടുന്ന് ഇപ്പൊ നടന്ന് എത്തണമെങ്കിൽ 80 അടി 85 അടി ഏകദേശം നടന്ന് എത്തണമെങ്കിൽ തന്നെ നല്ലൊരു ടൈം എടുക്കും. ഇനിയിപ്പോ നമുക്ക് 5-2 ഇതിപ്പോ ഇത് 6-4 ഇത് 6-4 നമ്മളെ ബുക്ക് മാച്ച് ടൈപ്പ് അല്ലെ. ബുക്ക് മാച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാളിലൊക്കെ അവര് ഇത് ശരിക്കും പറഞ്ഞാല് വലിയൊരു ഹാളാണ്, വെറും 4 പീസ് മതി. ഒരു ഹാളിന്റെ ഒരു അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഈ ഒരു 4 പീസ് മതി. ഇതിന്റെ വിലയാണ് ഞാൻ പറഞ്ഞത് സ്ക്വയർ ഫീറ്റിന് 59 രൂപയാണ്. ഞാൻ എന്റെ അടുത്ത് വെറ്റിക്കാൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, പ്രീമിയം ക്വാളിറ്റി ആണ്, 9mm തിക്നെസ് ആണ്, അതിലൊന്നും ഒരു വ്യത്യാസവുമില്ല. ഈ സാധനത്തിന് 59 ആണ് എന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയ റേറ്റ്. ഇപ്പോഴത് ചില ഡിസൈൻ അത് ഞാൻ 54 മുതൽ കൊടുക്കുന്നുണ്ട്. 54. പിന്നെ എന്റെ അടുത്ത് ഇത് എത്ര റേറ്റ്? ഇത് 59, 57 ഞാൻ കൊടുക്കും. 57 ഈ ഡിസൈൻ 57 കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറെയും ബുക്ക് മാച്ച് 57 എന്ന് പറയുന്നത് ഞാൻ ഇന്ന് പറയുന്ന റേറ്റ്. അവർ വന്ന എന്തെങ്കിലും ചെറുത് ഇനി അതിന്റെ അപ്പുറം പറയല്ല. ഇല്ല, കുഴപ്പമില്ല, ലാസ്റ്റ് റേറ്റ് അല്ല, അത് ഫൈനൽ ആയി. അപ്പുറത്ത് നേരത്തെ പറഞ്ഞൊക്കെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ മൊത്തത്തിലുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരും അങ്ങനെ ഒരു വെറുപ്പിച്ചിട്ടോ അല്ലെങ്കിൽ വേണ്ടാന്ന് ഓർത്ത് വിടലില്ല. അത് എനിക്ക് ലാഭം കിട്ടിയില്ലെങ്കിൽ എന്തായാലും നമ്മളെ ഒരു പോളിസിയാണത്. അതെ. വന്ന കസ്റ്റമർ മടക്കരുത്. 13,000 കസ്റ്റമർ ആവണമെങ്കിൽ നമ്മൾ അത്രയും കുറെ വർഷമായിട്ടുള്ളല്ല, ആകെ 2 വർഷം കൊണ്ടല്ലേ 2 വർഷം കൊണ്ട് വരുന്നത്. അതേപോലെ ഇതൊരു ബുക്ക് മാച്ച് ആണ്. ഇത് ഞാൻ പറഞ്ഞ ഒരു ഹാളിലേക്കുള്ള മണി വെറും 4 പീസേ പോണ്ടു. അങ്ങനെ ഇപ്പൊ 4.2 റേറ്റ് പോലും വന്നിട്ട് ഇപ്പൊ ഞാനിപ്പോ 54, 55 എന്ന് പറയുമ്പോൾ 4.2 കൊടുക്കണം. പുറത്ത് പോയാൽ 54, 55 ഒക്കെ. ഇതുകൊണ്ട് അതിനു തിക്നെസ് വാറണ്ടി എല്ലാം നമ്മൾ പറഞ്ഞ പോലെ വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ കളറിനായാലും വിട്രിഫൈഡിനായാലും ഇത് നല്ല രസമുള്ള ഒരു കളർ അല്ലെ. എല്ലാം നിങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ഒരു ഇറ്റാലിയൻ മാർബിളിന്റെ സെയിം ഒറിജിനൽ ഇറ്റാലിയൻ മാർബിളിന്റെ ഡിസൈൻ തന്നെയാണ് ഇതിൽ വരുമ്പോ. ഇബ്രാഹിം ഞാൻ പറഞ്ഞില്ല 54 മുതൽ 59 നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് പറയാം. 54 മുതൽ 59 വരെ. ഇതിപ്പോ നമുക്ക് മാച്ച് ചെയ്ത് വെക്കാം. ഇവിടെ കണ്ടിന്യൂ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്കത് മാച്ച് ചെയ്ത് വെക്കാം. നമ്മൾ ഓരോന്നും എടുത്തോളൂ. ഇതിന്റെ അതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം ബാച്ച് നമ്പർ നോക്കണം. ഇറ്റാലിയൻ മാർബിളിന്റെ ആയാലും നമ്പർ ഇട്ടിട്ടുണ്ടാവും സൈഡിൽ ലോട്ട്. ആ ലോട്ടിന്റെ മാറിയിട്ട് അപ്പുറത്തെ എൻഡിലുള്ളത് ഇപ്പുറത്തെ എൻഡിലുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മാച്ച് ആവില്ല. നിങ്ങൾ ഒരു 24 മണിക്കൂർ മെനക്കെട്ടാലും മാച്ച് ചെയ്യാം. കളറും മാറും എല്ലാം മാറും. നമ്പർ ഓർഡർ പ്രകാരം കറക്റ്റ് ആരോ മാർക്ക് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ ഇപ്പം ഇബ്രാഹിം ഖാനോട് നേരത്തെ ചോദിച്ചു 6-4 അതേ സെയിം ഡിസൈൻ, ഇതിന്റെ തന്നെ സെയിം ഡിസൈൻ എന്റെ ഒരു 4-2 ഉണ്ട്. 4-2 അപ്പൊ ഹോളിലേക്ക് ഇടുമ്പോ ഇതെടുക്കുക, ബെഡ്റൂമിലേക്ക് പോകുമ്പോ 4-2 ഇപ്പം ഇത് ഞാനിപ്പം നേരത്തെ അപ്പുറം 33 ലാസ്റ്റ് ഡിസൈൻ അതിന്റെ തന്നെ 5-3 അല്ലേ. ഓക്കെ 5 ഞാൻ പറഞ്ഞത് 50,000 സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട്. അതിന്റേതാണ് ഇത് വലുത്. അപ്പൊ മെയിൻ ഹാളിലേക്ക് ഇത് എടുക്കുക, ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ 33 പോവാം. അപ്പൊ അതങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഡിസൈൻ എന്റെ അടുത്തുണ്ട്. പക്ഷെ അതിനൊക്കെ എന്ത് വേണമെന്നറിയോ, ഇവിടെ വന്നിട്ട് നോക്കണം. നമുക്കിപ്പോ ഫോണിലേക്ക് കൂടി വിളിച്ചാലും ഫോട്ടോ അയച്ചാലും ഫോട്ടോ വീഡിയോയിൽ കാണുന്ന വ്യത്യാസമുണ്ട്. താല്പര്യപ്പെടലുമില്ല. എന്താ പറയാ, 100 ആൾക്ക് കൊടുത്താല് 90 ആൾക്ക് അത് ഒരു കംപ്ലൈന്റ് ആയിട്ട് വരും. നമ്മൾ കണ്ടത് അതല്ല, ഉദ്ദേശിച്ചത് അതല്ല. ചിലപ്പോ അവർക്ക് ഒരു 1-2 മണിക്കൂറായിരിക്കും മെനക്കേണ്ടത് ഇവിടെ വരാനില്ല. എനിക്കത് താല്പര്യമില്ല. ഏത് ഈ ഫോണിലേക്ക് കൂടിയുള്ള താല്പര്യം. കാരണം എന്തിനാണത്? അവർ ആ ജീവിതത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും അവർ ആഗ്രഹിച്ചിട്ട് ഒരു വീട് എടുക്കുന്ന ടൈലായിരിക്കും. നേരിട്ട് കണ്ട് ഫീൽ ചെയ്തിട്ട് ഫിസിക്കലി ബോധ്യപ്പെട്ട ശേഷം മാത്രം എടുക്കും കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഫോണിൽ കാണുന്ന കളറല്ല നമ്മൾ കണ്ടുകൊണ്ട് കളർ ഉണ്ടാവുക. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം തന്നെ മഴക്കാറൊക്കെ കൊണ്ട് മഴ കൊണ്ടൊക്കെ 2-3 പ്രാവശ്യം വീഡിയോ നിർത്തിയിട്ടൊക്കെ ലൈറ്റിന്റെ പോരായ്മയൊക്കെ ഈ പ്രശ്നം വരും. പിന്നെ ബാക്കിയുള്ള ഷോപ്പിലുള്ള പോലെ ഒരുപാട് ലൈറ്റ് ഫിറ്റൊന്നും ചെയ്തിട്ട് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യം സാധാരണ നോർമലി ലൈറ്റേ ഉള്ളൂ കാണാൻ പറ്റും. കാരണം കണ്ണ് തള്ളിപ്പിച്ചിട്ടൊന്നും കസ്റ്റമറെ കൊണ്ട് അടുപ്പിച്ചിട്ട് പരിപാടിയൊന്നുമില്ല. എവിടുന്ന് എടുത്ത ഒരു കളറ് പുറത്തു പോയിട്ട് വേറൊരു കളർ ആവാനില്ല. ഇതൊക്കെ ഈ ഡിസൈനൊക്കെ നോക്കാം. അത്യാവശ്യം നല്ല അധിക ഷോപ്പിലും ഈ ലൈറ്റ് വാം ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളർ ലൈറ്റ് നല്ല രസമായിരിക്കും. എടുക്കാണ്ട് പോകില്ല. എടുക്കുമ്പോ ഒരു കളർ എടുക്കാണ്ട് ഞാൻ ഇവിടെ 55 പറഞ്ഞ സാധനം അപ്പുറം പോയിട്ട് 80 രൂപ എടുത്താറുണ്ട്. രസം പിന്നെ ഇതില് ഒന്ന് സപ്ലൈ പോയി വന്നു ഇത് ആ ലൈറ്റിലുണ്ടല്ല. ഞാൻ 55 കൊടുക്കുന്ന സാധനം ഒരു ഷോപ്പ് പോയിട്ട് 85 രൂപ വാങ്ങിച്ച ആളുണ്ട്. സത്യം, ഞാൻ ഷോപ്പോ ആളെ പേരോ പറയാൻ കഴിയില്ല, എടുത്ത ആളുണ്ട്. ചില ആൾക്കാർ ചില ഒരു കമ്പനി മാത്രം ഫോക്കസ് പെണ്ണുങ്ങൾക്ക് ഭയങ്കര രസം തോന്നി. നമ്മുടെ അടുത്ത് കൂടി ഇങ്ങനെ സാധാ വെക്കും പോലെ വെച്ചു. അപ്പൊ അവർക്ക് അതൊരു അട്രാക്ഷൻ ഇല്ല. ഇതിപ്പോ 6-4 തന്നെ. 6-4 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6-4
കറക്റ്റ് ആയിരിക്കും. 6.4 കറക്റ്റ് ആയിരിക്കും. നമ്മളിത് വരുന്നത് 1200, 1200, 1600. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 23.5 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 3.5 സ്ക്വയർ ഫീറ്റ്. 24 ശരിക്കും വേണ്ടത് കണക്ക് പറയുന്ന പോലെ 23 അര സ്ക്വയർ ഫീറ്റ് കുറയും. ഇത് 6.4 മാറ്റ് കാർവിംഗ്. മാറ്റ് വിത്ത് കാർവിംഗ്. അതിൽ വരുമ്പോൾ കുറച്ച് റേറ്റ് റേഞ്ചാണ് 65 രൂപ. ഇത് 65 രൂപ. 65 രൂപ. നമ്മളിപ്പോ കാണിച്ചല്ലോ 54 മുതൽ 59 വരെ. ഇത് മാറ്റ് കാർവിംഗ് ആണ്. അതിന് 65 രൂപ മാക്സിമം. ഇതിൽ കുറയാനൊന്നുമില്ല. ചെറിയ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. അല്ല, പക്ഷെ ഞാൻ മാക്സിമം എന്ന് ഉദ്ദേശിച്ചത് പുറമെ 90, 95, 100 രൂപയാണ്. നമ്മുടെ അടുത്ത് കാർവിംഗിന് തന്നെ മാക്സിമം 65 വരുന്നു. ഓക്കെ, ഇനിയിപ്പോ അടുത്ത ഇതും മാറ്റ് കാർവിംഗ് ആണ് 6.4. മാറ്റ് കാർവിംഗ് ആണ്. ഇത് ഒരു നമുക്കൊരു ഗ്രേ ഷെയ്ഡ് ഒക്കെ ലൈറ്റ് ഗ്രീൻ ടച്ച് ഉണ്ട്. ലൈറ്റ് ഗ്രീൻ ടച്ച് ഉണ്ട്. പ്യൂർ പക്ക ഗ്രേ അല്ല. ഗ്രേ അല്ല, അങ്ങനത്തെ ഒരു നല്ലൊരു കളർ, നല്ല രസമുള്ള ഒരു കളർ. ഇത് അതിന്റെ ബേസ്. ഇതും ഇത് കാർവിംഗ് ആയതുകൊണ്ട് 65. അതേസമയം ഇത് 59. 59 മാറ്റ് തന്നെയാണ്, പക്ഷെ കാർവിംഗ് അല്ല. കാർവിംഗ് അല്ല. ഇത് സാറ്റിൻ അല്ല, മാറ്റ് തന്നെയാണ്. പിന്നെ വരുന്നത് നമുക്ക് 5.3. പിന്നെ 5.3. 5.3 അല്ല, നമുക്ക് നമ്മളെ ഇതാണ് മനസ്സിലായില്ലേ, സ്ലാബ് ഫുൾ ബോഡി. അത് വേണ്ട, അത് ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചാൽ അപ്പുറത്ത് കാണിച്ചു കൊടുക്കും. ഇത് 15 mm തിക്നെസ്, 8.3 സൈസ്. അതായത് 2400 സൈസ് അല്ലെ. 8 അടി നീളം ഉണ്ടാവും, 3 അടി വീതി വരൂല. 3 അടി വേണമെങ്കിൽ 900 വേണമല്ലോ, 800 അല്ലേ ഉള്ളൂ. അതെ. അപ്പൊ നമുക്ക് ഇതിപ്പോ ഫുൾ ബോഡിയാ? ഫുൾ ബോഡി. നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാലും മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോട്ട് കണ്ട, നിങ്ങൾ എങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും താഴെ ഡോട്ട് ഉണ്ടാവും. ഇത് വരുമ്പോ അങ്ങനെ തന്നെ ഫുൾ ബോഡി. ഇതിപ്പോ വൈറ്റിൽ വരുന്ന ഇതിലും അതേപോലെ ശരിക്കും കോഴ്സിന് പകരക്കാരായിട്ട് എങ്ങനെ പ്രൈസ് വരും? 180 രൂപ സ്ക്വയർ. 180 രൂപ സ്ക്വയർ ഫീറ്റ് അല്ലെ, ഫുൾ ബോഡി. നിങ്ങൾക്ക് ഡബിൾ ചാർജ് അല്ലെങ്കിൽ സ്റ്റെപ്പ്, സ്റ്റെയർ കേസ്, ഇതിന്റെ തന്നെ സ്റ്റെയർ കേസിന് വെക്കേണ്ട സാധനം ഉണ്ടല്ലോ. അതായത് മാറ്റ്, അതായത് നമ്മളെ ലപ്പോത്ര ടൈപ്പ് തന്നെ. അതാണ് ഇപ്പൊ എല്ലാവരും ഇതിന് കൊണ്ടുപോകുന്നത്. ഡിസ്പ്ലേ വെച്ചിട്ടില്ല, ഞാൻ അതിങ്ങോട്ട് കൊണ്ടുവരിക്കാം. ഓക്കെ, നമ്മുടെ മറ്റേ മുന്നേ ഉള്ള ഇതിപ്പം പൊതുവെ ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സാധനം ഞാൻ വിറ്റിട്ടുമുണ്ട്. പക്ഷെ അന്നും ഇന്നും പറയുന്നുണ്ടാരോ, ഒരു ഗ്യാരണ്ടി വാറണ്ടി കൊടുക്കാൻ പറ്റൂല. പക്ഷെ എത്ര കസ്റ്റമർക്ക് നമ്മൾ ഇപ്പം പറഞ്ഞാൽ പിന്നീട് ഓർമ്മ വരുന്നില്ല. എന്തെങ്കിലും ഒരു 6 മാസം 1 കൊല്ലം കഴിഞ്ഞാൽ പറയാം അന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാനത് പരമാവധി നിർത്തി. പക്ഷെ എന്നാലും കസ്റ്റമർക്ക് വേണം. അതുകൊണ്ടുണ്ടല്ലേ ഭയങ്കര കുറച്ച് പീസ് വെക്കും, പറഞ്ഞിട്ട് ബില്ലിലൊക്കെ എഴുതി കൊടുക്കും, വാറണ്ടി ഒരു ഗ്യാരണ്ടി ഇല്ലാന്ന് പറഞ്ഞിട്ട് കൊടുക്കും. എന്നാലും ഓർമ്മ വരുന്നത്, എന്നാലും വിളിക്കും. പക്ഷെ എന്താ പറയുക, ഇതിന്റെ എന്ത് പോയി കഴിഞ്ഞാലും അതിന്റെ പാർട്സ് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. കണ്ണൂർ മള്ളർ എന്ന് പറയുന്ന കടയിൽ മിക്കവാറും എല്ലാത്തിന്റെ പാർട്സ് കിട്ടാനുണ്ട്. അതിനല്ല നമുക്ക് അന്ന് നമ്മൾ പറഞ്ഞത് 8,500. ഇതിന്റെ നമ്മളെ സിങ്ക് ഉണ്ടല്ലോ, അത് ഞാൻ കാണിച്ചു തരാം. സിങ്കിന്റെ അടുത്ത് പോകാൻ വേണ്ടി ഇത് നമ്മളെ 1600, 800 എങ്ങനെ റേറ്റ് വരുന്നു? ഇത് ഞങ്ങൾക്ക് തരംതിരിച്ച് പറയാൻ പറ്റൂല, എങ്കിലും അങ്ങനെയല്ല. അതിന് 45, 48. ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മൾ 48 റേറ്റേ ഉള്ളൂ. 45, 48. കാർവിംഗ് വരുമ്പോൾ ചെറിയ മാറ്റം, കാർവിംഗ് വരുമ്പോൾ ചെറിയ വ്യത്യാസം. ഇതിപ്പോ കാർവിംഗ് ആണ്. ഇത് വരുമ്പോ 52. ഇത് 52. കാർവിംഗ് ഒഴികെയുള്ള ഗ്ലോസി വരുന്നതെല്ലാം 45, 48. എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ഫിനിഷിംഗ് ആയാലും പ്രീമിയം ക്വാളിറ്റിയിലെല്ലാം പറഞ്ഞതിലൊന്നും ഒരു മാറ്റോ കാര്യങ്ങളോ ഒന്നും മാറ്റം. ഒരു മിനിറ്റ് ഒരു കോൾ എടുത്തോട്ടെ. നമ്മൾ 1600 ഇത് ഇതന്നെ റാൻഡർ ഡിസൈൻ അല്ലേ? 800 റാൻഡർ ഡിസൈൻ അല്ലേ? ഇതിൽ വരുമ്പോൾ നേരത്തെ പറഞ്ഞ 45, 48 റേറ്റ് ഉള്ളത്. ഇതേ ഡിസൈനിൽ തന്നെ 4.2 കിട്ടാനുണ്ട്. സെയിം ഡിസൈൻ ഡിസൈനിൽ അത്യാവശ്യം 4.2 ഉണ്ട് കിട്ടാൻ. അതിപ്പോ ഇവര് സെലക്ട് ഇവിടെ വന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അപ്പുറം പോയാലും കിട്ടും. അതിന്റെ ചെറുതെടുക്കാം. ഇത് പിന്നെ പ്രൈസ് ഒന്നും മാറ്റൂല. ഇല്ല 45, 48 എല്ലാം ക്ലോസ് ചെയ്യാൻ. 9 തിക്നെസ് ആണ്. വാറണ്ടി ലൈഫ് ടൈം ആണ്. കളറിന് വിട്രിഫൈഡ് ആയിരിക്കും. ബോക്സിൽ തന്നെ വിട്രിഫൈഡ് ആണ്. എല്ലാ കാര്യങ്ങളും ISIന്റെ കാര്യം നമ്മൾ അന്ന് കാണിച്ചതാണ്. ഓക്കെ, ഇത് വരുമ്പോ ഒരു നല്ലൊരു മാർബിൾ ഡിസൈൻ. അതുമല്ല ഇത് കിട്ടുന്നുണ്ട്. ഇത് മാച്ചിങ് ആവുന്നില്ല. അതായത് ലൈൻ മാച്ചിങ് മാച്ച് ആക്കിയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇത് കണ്ടിന്യൂ ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് വിചാരിച്ച പല രീതിയിൽ വെക്കാൻ പറ്റും. ഇതിപ്പോ നേരെ തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ 4 രീതിയിൽ തിരിച്ചു ഡിസൈൻ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് വരുമ്പോഴും മാച്ചിങ് ഉണ്ട്, പക്ഷെ റാൻഡം ഡിസൈൻ മാച്ചിങ് പറയാൻ പറ്റില്ല. ലൈനൊക്കെ ഇങ്ങനെ ചില സമയത്ത് കിട്ടിപ്പോന്നേ. ഇത് വരുന്ന സമയത്തും അങ്ങനെ തന്നെ. ഇതിപ്പം ശരിക്കും പറഞ്ഞ ഇബ്രാഹിം, ഇതിപ്പോ ഒറ്റ ഡിസൈൻ ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇത് 2 കളർ വേരിയേഷൻ ആയിട്ട് തോന്നില്ലേ? ഇത് റാൻഡം ഡിസൈൻ ആണ്, ബാച്ച് നമ്പർ മാറിയതല്ല. ഇത് റാൻഡത്തിൽ വരുന്ന ഇതൊന്ന് ഡാർക്ക് ആണെങ്കിൽ ചെറിയ ലൈറ്റ് ഷെയ്ഡ് നമുക്ക് ഡാർക്ക്. അതുകൊണ്ടാണ് ഇത് ഇതേപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. ഇപ്പൊ കസ്റ്റമർ പറയാനില്ല. ഒന്നും പറയാനില്ല.
ഇത്രയൊക്കെയാണ് ഇപ്പൊ 5.2 അടുത്ത സെക്ഷനിൽ അടുത്ത സെക്ഷനിൽ ഇതിപ്പം 5.2 ഉണ്ട് 6.4 ഉണ്ട് മിക്സ് ആയിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ടാ 5.2 പ്രൈസ് നമ്മൾ പ്രൈസിലും പറയാനില്ല, നിങ്ങളൊന്ന് അത്യാവശ്യം ഡിസൈൻ ഒന്ന് കാണിച്ചു കൊടുക്കാം. 6.4 പ്രൈസ് ഞാൻ പറഞ്ഞു 54 54 മുതൽ 59 വരെ. പിന്നെ ഇനി എന്റെ അടുത്ത് അത്യാവശ്യം ചിലപ്പോൾ ഒരു 2 3 4 ഡിസൈൻ ഒരു 1-2 റുപ്യയും കൂടി കുറച്ച് കൊടുക്കാൻ തരാം. കുറച്ച് കാർട്ടൂൺ മോശമായത് പറയാൻ മനസ്സിലായില്ലേ? കാർട്ടൂൺ ഉണ്ട് നല്ല ചില ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആയത് അങ്ങനെ ഉള്ളതുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. അതായത് നമ്മളിപ്പോ റൂഫിംഗ് ഷീറ്റിന്റെ സൈഡിൽ നിന്ന് വരുന്ന ചാറ്റൽ മഴ നമ്മളിപ്പോ ഇവിടെ നിങ്ങൾ ഗോഡോട് കാണിക്കുക. അപ്പൊ ചില സമയത്ത് ശക്തമായിട്ട് മഴയെല്ലാം അടിച്ചു വരുമ്പോ ചിലപ്പോൾ ചാറൽ മഴ കൊണ്ടിട്ട് നനഞ്ഞിട്ട് ഉണങ്ങിയത് കാർബോർഡ് അങ്ങനെ ഉണ്ടല്ലോ, നനഞ്ഞിട്ടൊന്നും ഉണങ്ങിയതെല്ലാം ഉണ്ട്. അപ്പൊ ഒരു അങ്ങനെയുള്ള ഞാൻ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റി 6.4 കുറച്ചുണ്ട്. ഇതെല്ലാം ഒരു അത്യാവശ്യം കാവിങ് പോലെ തോന്നുന്നുണ്ടെങ്കിലും ക്ലോസ് ചെയ്യാം അല്ലെ. ഇതിന്റെ എല്ലാം 4-2 അപ്പുറം ഇഷ്ടം പോലെ ഉണ്ട്, കാർവിംഗിലും ഉണ്ട്. അതല്ലേ. അപ്പൊ ഇതിപ്പം ബാത്റൂമിലേക്കെല്ലാം ഇടാൻ വേണ്ടിട്ട് വാളിലേക്ക് ഇതിന്റെ സെയിം കാർവിംഗ് ഫ്ലോറിലിടലെങ്കിൽ ഉണ്ട്, മാറ്റ് ഉണ്ട്. അപ്പൊ ഇതിൽ വരുമ്പോ ഏകദേശം എല്ലാം ഗ്ലോസി തന്നെയാണ്, എല്ലാം ഗ്ലോസി 6.4 ഉണ്ട് 5.2 പെട്ടെന്ന് പറയാൻ എല്ലാവരും 5.3 പറയാൻ ഈസിക്ക് വേണ്ടി. ഇതാണ് നമ്മളെ പിന്നെ കിച്ചൺ തട്ടിനപ്പുറം നമ്മൾ വൈറ്റ് ഇതെല്ലാം വെച്ചിട്ടില്ലേ. ഇത് ഫുൾ ബോഡി തന്നെ അല്ലേ? ഫുൾ ബോഡി. ഇതിന് കളറും ബോഡി ചെയ്യുന്നില്ലെങ്കിൽ കളർ ബോഡി ഇതിന്റെ വൈറ്റ് മാത്രം ഞാൻ അതിലേക്ക് വരും 140 രൂപ. ബാക്കിയെല്ലാം കളർ ഫുൾ ബോഡി. കളർ ബോഡി നിങ്ങൾ എടുക്കാണ്ടിരിക്കുന്നത് നല്ല കാരണം ചില ഇവിടെ ഡിഫറെന്റ് ഈ മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കളർ ഡിഫറെന്റ് ഉണ്ട്. വൈറ്റ് പ്യൂർ വൈറ്റ് കിട്ടൂല. പിന്നെ നമ്മളെ ഈ കിച്ചൺ സിങ്ക് ഇതാണ് സംഭവം. ഇതിപ്പോ ഞാനിപ്പോ ഒരു 1.5 വർഷമായി വിൽക്കുന്നു ബ്രൈങ്ക. ഈ 1.5 വർഷം ഇപ്പറായിട്ട് ഒരു 20% ആൾക്കാർ, ഞാൻ വിറ്റതിലൊരു 20% ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. എന്തിന്? എന്തെങ്കിലും ചിലപ്പോ പൈപ്പ് പൊട്ടിയിട്ട് പിന്നെ ചില ആള് ഈ പ്രഷർ പമ്പ് വെക്കാണ്ട് വെള്ളം വളരെ സ്ലോ ആയിട്ട് വരുന്നത്. ചില ആൾക്കാരെ ഇത് ഇങ്ങനെ പിടിച്ച് തിരിച്ചു പോകും. ചില ആൾക്കാരത് ഇത് കുട്ടികൾ പിടിച്ച് വലിച്ച് പൊട്ടിയിട്ടൊക്കെ. വേറെ ബൈ മിസ്റ്റേക്ക് ഒന്നും ഇതുവരെ കാര്യമായിട്ട് ആരും. പക്ഷെ ഞാൻ ഒരു വാറണ്ടി കൊടുക്കുന്നില്ല. പക്ഷെ ഇപ്പം മുന്നത്തെ പോലെ വിൽക്കാൻ ആഗ്രഹമില്ല. കാരണം നമുക്കറിയാം ഇതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. പക്ഷെ എന്നാലും ചില ആൾക്കാർക്ക് ഇത് പറ്റും. കാരണം ഇവിടെ വന്നിട്ട് ഇല്ല എന്ന് പറയുമ്പോൾ അവര് വേറെ പോയിട്ട് വാങ്ങിക്കുന്നുണ്ട് 10,000 12,000 കൊടുത്തിട്ട്. ശരിക്കും ഷോ കിച്ചൺ എപ്പോഴും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിക്കും. പ്രഷർ പമ്പ് മസ്റ്റ് അധികവും ചില വീട്ടിൽ ഇല്ലാണ്ട് വെച്ചിട്ടുണ്ട്. നല്ല 2 നില വീടെല്ലാം ഉണ്ട്, നല്ല സ്പീഡിൽ വരുന്നതാണെങ്കിൽ അത്യാവശ്യം സ്പീഡിൽ വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ അജ്മലിൽ കുറയുന്നുണ്ടാവില്ല. ഇതിൽ കറക്റ്റ് സ്പീഡ് ഇതിലും കിട്ടുന്നുണ്ട്. ഇതിലാണ് സ്പീഡ് പറയാ. ഇതിലാണ് ഈ പ്രഷർ പമ്പിന്റെ ആവശ്യം ശരിക്കും വരുന്നത്. അതായത് ഇത് ഇവിടുന്ന് വരുമ്പോ ഇത്ര വരുമ്പോഴാണ് പ്രഷർ പമ്പിന്റെ ആവശ്യം. ഇത് ശരിക്കും പറ്റുന്ന വെച്ചെന്ന് അറിയോ. ഇത് ചില കുട്ടികളുടെ പിടിച്ച് വലിച്ചിട്ട് അങ്ങനെ പിറ്റാണ്ട് വെച്ചതാണ്. ഡെമോ ആയിട്ട് അങ്ങനെ വെച്ചതാണ്. അപ്പൊ നമ്മൾ അന്ന് കാണിക്കാൻ വിട്ടു. നമ്മള് ഗ്ലാസ് വർക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും നല്ല പ്രഷർ പമ്പ് ഇങ്ങനെ ഒലിച്ചു വരെയുള്ളൂ. പ്രഷർ പമ്പ് ഇതിനിപ്പോ നമ്മൾ വിൽക്കുന്ന റേറ്റ് 6,900. ശരിക്കും ഒരു 24-18 ബ്രാൻഡ് നോർമൽ സിങ്കിനുണ്ട് 5,500-6,000. ആ ഒരു ഡിഫറൻറ്റ് എന്തായാലും എടുക്കുന്ന ആള് മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ. കാരണം നമ്മളിതെല്ലാം പറഞ്ഞിട്ട് കസ്റ്റമർ ആവശ്യക്കാരനായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന്റെ ഈ ടാപ്പ് മാത്രം ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ അടിച്ചു നോക്കുമ്പോൾ 2,800 രൂപ ടാപ്പിന് മാത്രമുണ്ട്. കാരണം എന്താ പറയുക, ഞാൻ ഇത് ഒരു കച്ചവട തെർമോസ്റ്റാറ്റ് ഉള്ളത്. ഞാൻ കച്ചവടത്തിന്റെ ലാഭം ഉദ്ദേശിച്ചിട്ടല്ല. ഒരു ആവശ്യക്കാരുണ്ട്, അവരല്ലെങ്കിൽ അവർ കണ്ണൂരോ പയ്യന്നൂരോ വേറെ സ്ഥലത്ത് പോയിട്ട് വാങ്ങിക്കുന്നത്. അതുമല്ല ഇതേ ക്വാളിറ്റി ഉള്ള സാധനമാണ് 1 വർഷം വാറണ്ടി എന്ന് പറഞ്ഞിട്ട് 12,000-13,000 കൊടുത്തിട്ട് വാങ്ങിക്കുന്നത്. ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസമില്ല. പൈസ നേരെ ഡബിള്. 1 കൊല്ലത്തേക്കൊന്നും ഇതുവരെ കാര്യമായിട്ട് ആയിരിക്കും ഒന്നും ആയിട്ടില്ല. സാധ്യതയില്ല. അത്യാവശ്യം ഇതേപോലെ പൈപ്പ് ടാപ്പ് അത് ഞാൻ തന്നെ ഇപ്പൊ 600 രൂപ 800 രൂപ എല്ലാം കൊടുത്താൽ മാറ്റാൻ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതിന്റെ പൈസ കിട്ടിയാൽ. അതുകൊണ്ട് അത് കാര്യമായിട്ട് വലിയ പുഷ് ചെയ്യുന്നില്ല. അത് സാധനം ഉണ്ട്, വന്നാല് കാര്യം പറഞ്ഞ് കൊടുക്കും. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഷെരീഫ് ഖാന്റെ ലൊക്കേഷൻ നമ്മൾ ഒന്നും കൂടി പറയാം. ഇതിന്റെ അപ്പുറം കൂടി ഉണ്ട്, ഒരു സെക്ഷൻ കൂടി ഉണ്ട്. എന്നാലും നമുക്ക് ലൊക്കേഷൻ പറയല്ലോ, പെരുന്നാൾ വന്നോട്ടെ. അപ്പോ ലൊക്കേഷൻ വരുന്നത് കണ്ണൂര് ഭാഗത്തുനിന്ന് നമ്മൾ വരുന്നതാണെങ്കിൽ ശരിക്കും ഏത് വഴി വരും? കണ്ണൂർ ഭാഗത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മളെ പുതിയ തെരുവെന്ന് മയ്യിൽ വഴി വന്ന് അനിശ്ശേരി പാലം കഴിഞ്ഞിട്ട് ബാവുപ്പറമ്പ് ചുർക്കള, അതായത് നമ്മളെ ശ്രീകണ്ഠാപുരം റോഡിലേക്ക് ടച്ച് ആകുന്ന വഴി. ശ്രീകണ്ഠാപുരം റോഡിലേക്ക് അതല്ലെങ്കിൽ ധർമ്മശാല, കണ്ണൂർ തന്നെ ധർമ്മശാല വഴി വന്ന് ധർമ്മശാലക്ക് പറശ്ശിനിക്കടവ് കോൾമുട്ട വന്ന വീണ്ടും ബാവുപ്പറമ്പിലേക്ക്
തളിപ്പറമ്പ് എന്നാണെങ്കിൽ തളിപ്പറമ്പ് ഇരിട്ടി ഇരിട്ടി ശ്രീകണ്ഠാപുരം റോഡിൽ കുറുമാത്തൂർ ചൊറുക്കള എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഈ ബാഗുപ്പറമ്പ് റോഡിലേക്ക് വന്നാൽ മതി. ഇനിയിപ്പോ നിങ്ങൾ ഇരിട്ടിന്ന് വരുന്നുണ്ടെങ്കിലും സെയിം തന്നെ ഇരിട്ടിന്ന് വരുന്ന തളിപ്പറമ്പിലേക്കുള്ള ബസ് കയറി ബസ്സിന് തളിപ്പറമ്പ് റോഡിലേക്ക് വന്നിട്ട് ഈ ചൊറുക്കളയിൽ ലെഫ്റ്റ് എടുക്കാം ബാഗുപ്പറമ്പ് പറശ്ശിനിക്കടവ് റോഡ് ചൊറുക്കളയിൽ നിന്ന് പറശ്ശിനിക്കടവ് റോഡ് ലൊക്കേഷനിൽ നമ്മൾ ഇവിടുന്ന് പറശ്ശിനിക്കടവിലേക്ക് ശരിക്കും പറഞ്ഞാൽ 4 കിലോമീറ്റർ 5 കിലോമീറ്ററേ ഉള്ളൂ. അത്രേ നോക്കണം ബാക്ക് പോകണം. ലാൻഡ്മാർക്ക് നമുക്ക് ഇവിടെ പറയാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ഫാത്തിമ പള്ളി, ഇപ്പം ഫാത്തിമ മസ്ജിദ് എന്ന് പറഞ്ഞൊരു ഫാത്തിമ മസ്ജിദ് അടുത്ത മാസം പുതിയ പെട്രോൾ പമ്പ് ഇവിടെ നോക്കിയാൽ കാണാൻ കാണിച്ചു കൊടുത്തത്. പെട്രോൾ പമ്പ് അടുത്ത മാസം ഓപ്പൺ ആകുന്നുണ്ട്. മസ്ജിദും ഉണ്ടല്ലേ. ഇനി പിന്നെ നമുക്ക് വാളുകൂടി കാണിക്കാനുണ്ട്. ഇപ്പുറത്തെ ഭാഗത്തും കൂടി 6-4 ഇതിൽ 6-4 വരുന്നല്ലേ. ഒക്കെ ഈ ഒരു സെക്ഷനിൽ അങ്ങനെ ലൈറ്റ് ഒന്നും ഇല്ല. പക്ഷെ സാധനം മോശമൊന്നുമല്ല. നമുക്ക് വീഡിയോയിൽ അത്ര കാണിക്കാൻ പറ്റില്ല, ഹൈലൈറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഏതായാലും നേരിട്ട് വന്നൊന്ന് കണ്ടിട്ട് തന്നെ ബോധ്യപ്പെട്ടിട്ട് എടുക്കോട്ടെ. ഷെരീഫ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒന്നുമല്ല, ഈ ചിലപ്പോ ചാറൽ മഴ അടിച്ചിട്ട് ഈ പിന്നീട് ഉണങ്ങുമ്പോഴത്തേക്ക് ഈ ഒരു ലെവലിലേക്ക് വരും. അത്രേ ഉള്ളൂ. വേറെ മെറ്റീരിയലെല്ലാം ഒരു പോറൽ പോലും ഒന്നും ഒരു കാര്യങ്ങൾ അത് എന്തെങ്കിലും ഞാൻ കോസ്റ്റ് പോലെ ആക്കിയിട്ട് ₹1 കുറച്ചിട്ട് അങ്ങനെ കൊടുക്കും. ഒന്നുമില്ല. പക്ഷെ അത് കസ്റ്റമർക്ക് വന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കാണിച്ചിട്ട് കൊടുക്കാം. ഇതിൽ പൊട്ടലോ കാര്യങ്ങളൊന്നും പൊട്ടലോ അല്ലെങ്കിൽ ഒരു സൈഡ് ചിപ്പിങ്ങോ ഒന്നുമില്ല. ഇത് അതിന്റെ ഫ്രണ്ട് സൈഡ് നോക്കിക്കോ, അതിന്റെ ഫ്രണ്ട് അതന്നെയാണ് സംഭവം. ഒന്നുമില്ല. അല്ല, അത് ചില കസ്റ്റമർ വന്നാല് ഇവിടെ കൂട്ടിക്കൊണ്ടുവരും, എന്നിട്ട് പറയുന്നത് ഇങ്ങനെ ഉണ്ട്, ₹1 കുറച്ചോ. അവർക്ക് ഒരു 1000 സ്ക്വയർ ഫീറ്റ് 1000 രൂപ കിട്ടും. അതെ. PG വീട്ടിണ്ട്. എല്ലാ സാധനത്തിന്റെ മുകളിലും അതിന്റേതായ എല്ലാ കാര്യങ്ങളും എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഇവിടെയുള്ള ഗോഡൌണാ നമ്മൾ പഴയ ഗോഡൌൺ പഴയ പോലെ ഉഷാറായിട്ടുണ്ട്. ഉഷാറായിട്ട് അവിടെ തന്നെ സാധനമുണ്ട്. ഒരുപാട് ഒരു 60% സാധനങ്ങൾ അവിടെയുള്ളത്. ഇത് കാണുന്നില്ല. ഇതിപ്പം നമ്മൾ ഈ 10-30,000 സ്ക്വയർ ഫീറ്റ് മൊത്തത്തിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇതിൽ കുറെ ഡിസൈൻ അവിടെ ഡിസ്പ്ലേ ചെയ്യാത്തത് കൊണ്ട് ഇതിപ്പോ ഡിസ്പ്ലേ ചെയ്യാത്ത സാധനം ഉണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. വേറെ വഴിയില്ല. ഇതാകുമ്പോ ഒരു ഗുണം എന്ന് അറിയാം, ലൈറ്റിന്റെ സംഭവങ്ങളോ ഒന്നുമില്ല. കാണുന്നോ എന്താണോ സാധനം അതന്നെ പുറത്തെത്തിയാലുണ്ടാവും. വേറെ ഒന്നും വ്യത്യാസം വരാനില്ല. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ അവിടെ ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട് അല്ലെ, അതിനെ കൂടി തന്നെ കറങ്ങേണ്ടി വരും. അപ്പൊ ഇതാണ് ഇത് വെറ്റിക്കാനല്ലേ? വെറ്റിക്കാന് പ്രീമിയം. നിങ്ങൾ ഇതെല്ലാം ഒന്ന് കാണിച്ചു പോകണമെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സൈസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രീമിയം ക്വാളിറ്റി ഉള്ളതുണ്ട്. എല്ലാ ടൈലിനും അതുണ്ടാവും. ISO മാർക്ക് ഉണ്ട്. എല്ലാം അതിന്റെ ISOവും ISIയും എല്ലാം ബ്രാൻഡ് നെയിം ഉണ്ട്. അപ്പൊ ഒരുപാട് ഡിസൈൻ ഇനിയും ശരിക്കും പറഞ്ഞാല് കാണാനുണ്ട്. അപ്പൊ ഇത് നിങ്ങളെ വണ്ടി തന്നെ ലോഡി? നമ്മളെ വണ്ടി പുറമെ വണ്ടി എല്ലാം വരും. ഇത് 6-4 ഇത് എവിടത്തേക്കുള്ളതാ? ഇത് എങ്ങോട്ടേക്കാണ്? ഇതിനെ നെല്ലിപ്പറമ്പ് നമ്മൾ അടുത്ത് തന്നെ. നെല്ലിപ്പറമ്പ് നമ്മൾ തളിപ്പറമ്പ് തന്നെ. വെറ്റിക്കാൻ തന്നെ 6-4 വലിയ സ്ലാബ്. അതിന്റെ മുകളിൽ തിക്നെസ് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതണ്ട 9mm തിക്നെസ് തന്നെ എഴുതിയിട്ടുണ്ട്. PG BT ഉണ്ട്. സൈഡിൽ പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. കാര്യങ്ങളെല്ലാം ബ്രാൻഡ് നെയിം ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് വരുന്നത്. ഇതിപ്പോ സിങ്ക്, ഇതാണ് നമ്മളെ സിങ്ക് പറഞ്ഞില്ലേ ഇപ്പം നമ്മളെ ചൈന സിങ്ക്. അതിനാണ് വാറണ്ടി കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇവിടെ വന്ന് കാണിച്ച് പൊളിച്ചിട്ട് നമ്മൾ ആദ്യം കാണിച്ചിരുന്ന മോഡലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ഒരു ഡിഫറൻറ്റ് എന്തോ വന്നിട്ടുണ്ട്. നമ്മളെ മറ്റേ ഒരു ഡിസ്പ്ലേ ഉണ്ടായിട്ടില്ലേ, അത് ഇതിന് കണ്ടില്ല. കാണുന്നില്ല. ചെറിയ എന്തോ മാറ്റങ്ങൾ ഇടക്കിടക്ക് വരുന്നുണ്ട്. ഓക്കെ. ഞാൻ പറഞ്ഞില്ല നേരത്തെ 33 രൂപ എന്ന് പറഞ്ഞില്ലേ, 50,000 സ്ക്വയർ ഫീറ്റ് ഉള്ള സ്റ്റോക്ക് ഉള്ള സാധനം എന്നിട്ട് നോക്കിക്കോ. സ്റ്റോക്ക് നമ്മളെ ഡിസ്പ്ലേ മാത്രം കാണണ്ട, സാധനത്തിന്റെ സ്റ്റോക്ക് ഇതൊക്കെ കാണുന്നത് തന്നെയാണ് അതിന്റെ. പിന്നെ പഴയ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കോൺടാക്ട് എന്ന് പറയുന്നത്, ഇക്കോഫിക്സ് എന്ന് പറയുന്നുണ്ട്, പിന്നെ ബർജർ ചെയ്യുന്നുണ്ട്. ബർജർ ഉണ്ട് അല്ലെ, 3 കമ്പനി. പിന്നെ അതുപോലെ തന്നെ ആക്സറീസ് വരുമ്പോ നമുക്ക് ആക്സറീസിൽ നമ്മള് ഫ്ലോർ മറ്റേതില്ലേ വെള്ളം പോകുന്ന ജാലിയുണ്ട്. പിന്നെ നമ്മളെ സൈഡ് ബീഡിങ് ഉണ്ട്. പിന്നെ നമ്മളെ സ്പേസർ, അപ്പോക്സി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഞാൻ അവിടെ അലക്കല്ലു ഇവിടെ ഉണ്ട്. അലക്കല്ലൊക്കെ എങ്ങനെ വരുന്ന റേറ്റ്? അലക്കല്ല് 2,900, 2,100, അങ്ങനെ ഒരു 3 കാറ്റഗറി ഉള്ളതുണ്ട്. ശരിക്കും പറഞ്ഞാല് ഒരു ചെറിയ വീടുകൾക്ക് അത്യാവശ്യം സൗകര്യം, ഫ്ലാറ്റ് പോലത്തെ ഉള്ളവർക്കെല്ലാം നല്ല സുഖം തന്നെ വെക്കാൻ പറ്റും. പിന്നെ അതേപോലെ നമ്മള് ബാത്റൂമിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കാലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോൺ. ഇത് നമ്മളെ സൊമാനിന്റെ അവിടെ ഡിസ്പ്ലേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡിസ്പ്ലേയില് ജോൺസൺ മാത്രമേ ഉണ്ടായിരുന്നു. അതുപോലെ സൊമാനിന്റെ കാര്യങ്ങളൊക്കെ ആ ഡിസൈനുള്ള പിന്നെ ക്വാളിറ്റി അനുസരിച്ചിട്ട് പ്രൈസ് 1800, 1600, 1600 ഡിസൈൻ.
അതെല്ലാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതുകൊണ്ട് എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മിനിമം ഇബ്രാഹിം ഇപ്പൊ ഒരു ഡിസൈൻ ഒരു കണ്ടെയ്നറാണ്. ഒരു ഡിസൈൻ ഒരു കണ്ടെയ്നറാണ് നമ്മൾ. ഒരു കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ 17,000-18,000 സ്ക്വയർ ഫീറ്റ് മിനിമം വന്നു. പിന്നെ ഇവിടെയൊക്കെ കാണുന്നതൊക്കെ അതിൽ ഡിസ്പ്ലേ വെക്കാത്ത ഐറ്റംസ്, ചില ഇതിലുള്ള ഡിസ്പ്ലേ വെക്കാത്തതുണ്ട്. പിന്നെ കൂടുതൽ നമ്മൾ അപ്പുറം ഉള്ളതുണ്ട് ഡിസ്പ്ലേ വെക്കാത്ത. അപ്പുറത്തേക്ക് അതെല്ലാം ഓരോന്നോരോന്ന് ഇവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ ചാർന്ന് വെച്ചിട്ട് നമ്മൾ ക്ലോസറ്റ് ആണ്. പ്ലൂട്ടോ എന്നാണ് ബ്രാൻഡ്. വാഷ് ബേസിൻ എങ്ങനെ വരുന്നത്? അത് വാഷ് ബേസിന് അത് നമുക്ക് ആ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടല്ലോ, 600 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 600 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇത് വരുമ്പോ ഇല്ല, ഇത് വരെ ഇതാണല്ലോ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെ സെറ്റപ്പുകൾ വരുന്നത്. ഇവിടെ എത്തുമ്പോ എപ്പോഴും ഒരു ഇരുട്ട് വരുന്നുണ്ടല്ലോ. പിന്നെ ഡിസ്പ്ലേ ഇല്ലല്ലോ, ഡിസ്പ്ലേ ആയിട്ടില്ല. കസ്റ്റമർക്ക് ഇവിടെ വന്നിട്ട് കാണിച്ചു കൊടുക്കും. കറണ്ട് ഇല്ലാത്ത കസ്റ്റമർ ഇതൊക്കെ ഡിസ്പ്ലേ ചിലതെല്ലാം ഡിസ്പ്ലേ വെക്കാതെ കേട്ടാ, ഇതെല്ലാം ഇവിടെ തന്നെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. നേരിട്ട് കാരണം അവിടെ വെക്കാൻ സൗകര്യമില്ല. ഇതാ നമ്മള് പറഞ്ഞ 33 കൊടുക്കാന്ന് പറഞ്ഞു. അതല്ല അത് വേറെ സാധനം ഏകദേശം അതേപോലെ ഞാൻ കാണിച്ചു തരാം. 33 ഇതിപ്പോ അവിടെ വെക്കാത്തതാ. ഇതിൽ കുറെ എണ്ണം വെക്കാത്തതുണ്ട്. കുറെ എണ്ണം ഡിസ്പ്ലേ വെക്കാത്ത, അത് ഇങ്ങോട്ടേക്ക് കൂട്ടിട്ട് വരും ആൾക്കാരെ. അപ്പോ ഇങ്ങനെയാണുള്ളത്. ഇനിയിപ്പോ നമുക്ക് എന്താ പറയാനുള്ളത് ഷെരീഫ്? പ്രത്യേകിച്ചിട്ട് എന്ത് പറയാൻ ഇബ്രാഹിം, നിങ്ങൾക്ക് ഇപ്പൊ ഈ 2-3 വർഷമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത്? അതന്നെ ഒന്ന് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുത്ത്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വളർച്ച എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടല്ലോ അല്ലെ? കാരണം നമ്മൾ എങ്ങനെയുള്ള സമയത്താണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. നമ്മളെ ബിസിനസ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ കച്ചവടം കൊണ്ട് മാത്രം വളർന്നു തന്നെയാണ്. അതല്ലേ, മനസ്സിലായില്ലേ? നമുക്കിപ്പോ നമ്മള് ഒരു എന്തെങ്കിലും ഒരു ജനങ്ങളെ കബളിപ്പിച്ചിട്ടാണ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈ ലെവലിലേക്ക് എന്തായാലും എത്തിപ്പെടാൻ പറ്റൂല. മാക്സിമം 1 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം. പിന്നെ വേറെന്തിനും 1000 എണ്ണം വെക്കുമ്പോ 2 എണ്ണൊക്കെ പല പ്രശ്നങ്ങളും. ഏത് കമ്പനി എന്ത് സാധനം കംപ്ലൈന്റും കാര്യങ്ങളും മനുഷ്യന്മാർ മരിച്ചു പോകുന്നില്ല. അതെ അതെ അതെ. അപ്പൊ അതിനൊക്കെ പ്രതിവിധി കാണാമല്ലോ. അതിന് വേണ്ടിട്ട് കമന്റ് ഇട്ടിട്ട് കണ്ടിട്ട് യൂട്യൂബിൽ വന്നിട്ട് അത് നമുക്ക് അതിന്റെ ബാക്കിൽ പോകാനൊന്നും പറ്റൂല. അത് എവിടുന്ന് വാങ്ങിയാലും എങ്ങനെ വാങ്ങിച്ചാലും ആളെ മൈൻഡിൽ എന്താണ് അപ്പോൾ തോന്നുന്നത് അന്നേരം എഴുതി വിടുന്നതാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇവര് ഒരു പ്രാവശ്യം പോലും ഒരു ഷോറൂം സന്ദർശിക്കുവോ ഇവിടുന്ന് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ് പലതും പറയോ എന്തെങ്കിലും തന്നെ നമ്മളൊന്നും വലിയ കാര്യമാക്കലില്ല. അതിന്റെ ബാക്ക് പോകാനും സമയം നമുക്ക് കസ്റ്റമറോട് പറയാനുള്ളത് സോഷ്യൽ മീഡിയ വരിക എപ്പോഴും അത് അല്ല ഈടെ വരിക, നിങ്ങൾക്ക് ഡയറക്റ്റ് സാധനങ്ങൾ കാണാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മോട് ചോദിക്കാം, നമ്മളോട് പറയാം. സപ്പോർട്ടുണ്ട്, കമ്പനി സപ്പോർട്ട് ഉണ്ട്. കമ്പനി അത്രയും ഉറപ്പുള്ള സാധനം മാത്രമേ ഞാൻ വിൽക്കുന്നുള്ളൂ. അല്ലാണ്ട് ഞാൻ എന്റേതായ ഒരു ധൈര്യം കൊണ്ട് പറയുന്നതല്ല ഇത്. ഇതുവരെ ഇപ്പൊ ഈ 3-3.5 വർഷമായിട്ട് വെക്കുന്ന ആർക്കും അങ്ങനെ കാര്യമായ ഒരു പറഞ്ഞ പോലെ എന്തെങ്കിലും പോകുന്ന സമയത്ത് ഡാമേജോ അല്ലെങ്കിൽ അങ്ങനെയാട്ടം വന്നതല്ലാണ്ട് വേറെ ഇതുവരെ ക്വാളിറ്റി ബേസിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിലോ ഒരാൾക്കാർക്കും പൈസ കുറക്കുന്നത് എന്റെ ബൾക്ക് പർച്ചേസിംഗിൽ മാത്രം. എത്രത്തോളം ബാർഗിൻ ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും ആരെടുത്തും തന്നെ ഇന്ന് എനിക്ക് തോന്നുന്നില്ല 50,000-1,00,000 സ്ക്വയർ ഫീറ്റ് ഒരു ഡിസൈൻ ഒന്നും ചിലപ്പോൾ ഒരു ഷോപ്പിലൊന്നും ഉണ്ടാവില്ല. അത് എന്റെ അടുത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ 33-നൊക്കെ വിൽക്കുന്നത്. അതായത് ഒരു 4 കണ്ടെയ്നർ ആയി മിനിമം 50,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ 4-5 കണ്ടെയ്നർ ഒരു ഡിസൈൻ. അതപ്പോ ഞാൻ അത് ബൾക്ക് എടുക്കുമ്പോൾ എനിക്ക് 2 രൂപ കുറച്ച് കിട്ടും. ആ 2 രൂപ കസ്റ്റമർക്ക് കുറച്ച് കൊടുക്കും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ അതിലൊരു മറിമായും ഇല്ല. ഇത്രയൊക്കെയാണ് ഷെരീഫ് ഖാന്റെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മെയിൻ ആയിട്ട് കാണിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇവിടെ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, സംഭവം നോക്കുക, വിലയിരുത്തുക, നോക്കുക, സാധനം സെലക്ട് ചെയ്യുക. കാരണം ഈ ഒരു ഫോട്ടോ കണ്ടുകൊണ്ട് ഈ വീഡിയോ കണ്ടത് കൊണ്ട് ക്വാളിറ്റി മനസ്സിലാവുന്നില്ല. ഒന്നുമില്ല. ചില സംഭവങ്ങൾ നമ്മളിപ്പോ കൊട്ടി നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിപ്പോ നമുക്ക് ഇവിടെ നിന്ന് വീഡിയോയിൽ കൂടെ സ്വർണ്ണൊക്കെ കോയിൻസ് ഒക്കെ നിലത്തിട്ട് കഴിഞ്ഞാൽ ഈ 18 ക്യാരറ്റാണോ 22 ക്യാരറ്റാണോ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അതിന്റെ മണിച്ചിലുണ്ട്. അതിൽ ഒരു കാരണവശാലും മനസ്സിലാവില്ല. അതെ, അങ്ങനെയല്ല. നമുക്ക് അത്ര പോലും നിങ്ങൾ ഫിസിക്കലി കണ്ടു ബോധ്യപ്പെട്ടിട്ട് മാത്രം എടുക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഷെരീഫ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും നമ്മളെ വ്യൂവേഴ്സിന്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്ന ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ നിങ്ങളെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അതുപോലെ തന്നെ നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും വീട് വെക്കുന്നവരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്റ്റേജിലുള്ളവരും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെരീഫ് ഖാന്റെ അടുത്ത് വന്നിട്ട് പോകാൻ വേണ്ടി പറയാം. നിങ്ങൾ വാങ്ങണമെന്ന് ഒരിക്കലും പറയുന്നില്ല അല്ലെ? അതെ, വന്നിട്ട് പോവാം. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ക്വാളിറ്റി ഉണ്ട്, എങ്ങനെയുണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന. ഇപ്പൊ ഞാനിപ്പോ ഒരുപാട് ഒന്നിന് റേറ്റ് പറഞ്ഞു, പക്ഷെ അതിലും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും. ഒരു ചായ പൈസ നിങ്ങളുടെ അടുത്ത് കൊടുക്കും. അതെ, എന്തായാലും ഞാൻ വന്ന കോസ്റ്റ്, ചില കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ വന്ന കോസ്റ്റ് നോക്കും. ചില കമ്പനി 1 രൂപ കുറച്ച് കിട്ടിയിട്ടുണ്ട്, അത് പിന്നെയും ഞാൻ കുറച്ച് കൊടുക്കും. അത്രത്തോളം ആണ് നമ്മളെ കച്ചവടത്തിന്റെ രീതി. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്ന പുതിയ വിഷയം വേണ്ടി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.